മാത്രമേ ഇഷ്ടമുള്ളൂ. ഇനി ഇത് ബൈബിള് ചെറുതാക്കി കഴിഞ്ഞാൽ പോക്കറ്റിൽ വരെ ഇടാൻ പറ്റും. ഇന്ന് ഇത് ചിക്കൻ ಮಾಡಿದ್ರೆ ಪಾಕೆಟ್ ಕೂಡ ಹಾಕಬಹುದು. പക്ഷെ ഇതിനകത്ത് ಆದ್ರೆ ಇದರೊಳಗೆ സമുദ്രം അളക്കുന്നതിനേക്കാൾ ഭയങ്കരമായ, ಸಮುದ್ರವನ್ನ ಅಳೆಯೋದಕ್ಕಿಂತ ಭಯಂಕರವಾದಂತ, അതിനൊക്കെ എത്രയോ മടങ്ങ്, ಅದಕ್ಕಿಂತ ಎಷ್ಟೆಷ್ಟೋ ಹೆಚ್ಚಾಗಿ ആഴമേറിയ സത്യങ്ങൾ അതിനുണ്ട്. ಆಳವಾದ ಸತ್ಯಗಳು ಇದರಲ್ಲಿ ಅಡಗಿದೆ. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, ಬೈಬಲ್ನಲ್ಲಿ ಹೇಳಿರುವಂಥದ್ದು, യേശു ചെയ്ത അത്ഭുതങ്ങൾ എഴുതിയാൽ, ಯೇಸು ಮಾಡಿದ ಅದ್ಭುತಗಳನ್ನ ಬರೆಯೋದಾದ್ರೆ ഇങ്ങനെ ഈ പുസ്തകത്തെ എഴുതി തീർക്കാൻ പറ്റത്തില്ല. ಈ ಪುಸ್ತಕದಲ್ಲಿ ಬರೆದು ತೀರ್ಸಕ್ಕಾಗಲ್ಲ. ಕಾರಣ അത്ഭുതം എന്ന് പറയുന്നത്, ಅದ್ಭುತ ಅಂತ ಹೇಳುವಂಥದ್ದು ഒരു കാരണവശാലും സംഭവിക്കാത്തത്, ಯಾವ ಕಾರಣದಿಂದಲೂ ಸಂಭವಿಸದೇ ಇರುವಂಥದ್ದು സംഭവിക്കുന്നതാണ് അത്ഭുതം എന്ന് പറയുന്നത്. ಸಂಭವಿಸುವಂಥದ್ದಾಗಿದೆ ಅದ್ಭುತ ಅಂತ ಹೇಳುವುದು. സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. ಅದು ಸಂಭವಿಸ್ಲಿಕ್ಕೆ ಯಾವುದೇ ಕಾರಣ ಇಲ್ಲ. അത് സംഭവിച്ച് വഴി തുറക്കപ്പെടുമ്പോൾ അത് അത്ഭുതം. ಅದು ಸಂಭವಿಸಿ ದಾರಿ ತೆರೆಯುವಾಗಿ ಆಗಿದೆ, ಅದು ಅದ್ಭುತ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ದೇವರ ಒಂದು ಪ್ರತ್ಯೇಕತೆ ಅಂದ್ರೆ, ദൈവം എന്ന് പറയുന്നത് അത്ഭുതം ചെയ്യാൻ കഴിവുള്ളവനെ. ದೇವರು ಅಂದ್ರೆ ಅದ್ಭುತ ಮಾಡ್ಲಿಕ್ಕೆ ಶಕ್ತನಾದವನಾಗಿದೆ. ഇതേപോലെ ഒരു അത്ഭുതം ചെയ്യുന്നവൻ വേറെ ആരുമില്ല. ಇದೇ ರೀತಿಯಾಗಿ ಅದ್ಭುತ ಮಾಡುವಂತ ಯಾರು ಕೂಡ ಇಲ್ಲ. നിങ്ങളൊരു അത്ഭുതം, ನೀವೇ ಒಂದು ಅದ್ಭುತ, ഞാനൊരു അത്ഭുതം, ನಾನೊಂದು ಅದ್ಭುತ. ഹല്ലേലൂയ. ಆಮೆನ್. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശരീരം തന്നെ, ನಮ್ಮ ಶರೀರವೇ ദൈവം മെനങ്ങിയിരിക്കുന്നത് ದೇವರು ರೂಪಿಸಿರುವಂತದ್ದಾಗಿದೆ. ಅದ್ಭುತವಾಗಿ ನಮ್ಮನ್ನು ರೂಪಿಸಿದ್ದಾರೆ. ആ ഞരമ്പുകൾ, ಆ ನರಗಳು, കരള്, ಆ ಲಿವರ್, ಕರಳು, വൃക്കയും, ಹೃದಯಗಳು, ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ಇದರೆಲ್ಲ ಪ್ರವೃತ್ತಿಗಳು. ഹല്ലേലൂയ. ഒരു വണ്ടി ഇവിടുന്ന് കുശാലനേരം പോണെങ്കിൽ, ಈ ಒಂದು ಗಾಡಿ ಕುಶಾಲನಗರ ಇಲ್ಲಿಂದ ಹೋಗ್ಬೇಕಾದ್ರೆ പെട്രോൾ അടിക്കണം. ಅದಕ್ಕೆ ಪೆಟ್ರೋಲ್ ಹೊಡಿಬೇಕು. ഒരു പെട്രോൾ അടിക്കാതെ ಯಾವ ಪೆಟ್ರೋಲು ಇದು ಹೊಡಿದೇನೆ. നമ്മൾ എവിടെയൊക്കെ പോകുന്നത്, ನಾವೆಲ್ಲೆಲ್ಲ ಹೋಗ್ತೀವಿ ಬರ್ತೀವಿ. നമ്മൾ തന്നെ അത്ഭുതം. ನಾವೇ ಒಂದು ಅದ್ಭುತ. തന്നെയല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, എത്ര വയസ്സ് വരെ ജീവിക്കുന്നത്? ಎಷ್ಟು ವಯಸ್ಸು ಗಂಟೆ ಜೀವಿಸ್ತೀವಿ? 70, 80, 70 ಅಥವಾ 80, ಬಲ ಹೆಚ್ಚಿದ್ರೆ 80, 100, ഇതുവരെ ಇಲ್ಲಿವರೆಗೆ ഒരു പെട്രോൾ അടിക്കാതെ നമ്മൾ യാത്ര ചെയ്യുന്നില്ല. ಯಾವ ಪೆಟ್ರೋಲ್ನು ಹೊಡಿದೇನೆ ನಾವು ಪ್ರಯಾಣ ಮಾಡ್ತಾ ಇಲ್ವಾ? ഇതെവിടെ സൗജന്യമായിട്ട് കിട്ടിയത്? ಇದೆಲ್ಲಿಂದ ಉಚಿತವಾಗಿ ಸಿಕ್ಕಿದ್ದು? ಎಲ್ಲಿಂದ? കർത്താവ് യേശു, ಕರ್ತನಾದ ಯೇಸು. ഹല്ലേലൂയ. തന്നെയുമല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, ഹല്ലേലൂയ, നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്ന ശ്വാസം, ನಾವು ಉಸಿರಾಡ್ತಾ ಇರುವಂತ ಈ ಉಸಿರಾಟ ഒരു നിമിഷം വിടാൻ പറ്റിയില്ലെങ്കിൽ, ಒಂದು ನಿಮಿಷ ಸ್ಟಕ್ ಆದ್ರೆ എന്തായിരിക്കും അവസ്ഥ? ಏನ್ ನಮ್ಮ ಅವಸ್ಥೆ ಏನು? ഒരു സ്റ്റെക്കും കൂടാതെ, ಯಾವ ಸ್ಟೆಕ್ಕು ಆಗದೆ നമ്മുടെ വേണ്ടപ്പെട്ടതൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ദൈവം തന്നു. ನಮಗೆ ಬೇಕಾದವ್ರನ್ನೆಲ್ಲ ಯಾವಾಗಲೂ ಕಂಡು ಮಾತಾಡಿಸುವಂತೆ. നന്ദിയാ എന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ, വല്ലഭാ നിൻ സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ, വർണ്ണിച്ചിടാൻ സാധ്യമല്ല എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. പാടി തീർക്കാൻ കഴിയത്തില്ല, ಹಾಡು ಮುಗಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, സ്തുതിച്ചു തീർക്കാൻ കഴിയത്തില്ല, ಸ್ತುತಿ ಮಾಡಿ ಮುಗಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ, ആരാധിച്ചു തീർക്കാൻ കഴിയത്തില്ല, ಆರಾಧನೆ ಮಾಡಿ ಅದು ತೀರ್ಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ഹല്ലേലൂയ. എല്ലാം സൗജന്യം, ಎಲ್ಲ ಫ್ರೀ. പക്ഷെ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ಇದೇನು ನಾವು ಅರ್ಥ ಮಾಡ್ಕೊಳ್ತಾ ಇಲ್ವಲ್ಲ. ഞാൻ ഇടയ്ക്ക് ഒരു ഇത് കണ്ടു, ഈ മനുഷ്യൻ നമ്മുടെ അകത്തുള്ളത്, ನಾನು ಮಧ್ಯದಲ್ಲಿ ನಮ್ಮ അകത്ത് ദൈവം നിർമ്മിച്ചിരിക്കുന്നത്, ಒಳಗಡೆ ನಿರ್ಮಿಸಿರುವುದನ್ನ ನಾನು ಕಂಡೆ. ഈ പഠിക്കുന്ന പിള്ളേരാരിട്ട്
ಆ ವಿಡಿಯೋನಲ್ಲಿ ಯಾರೋ ಓದುವಂತ ಹುಡುಗರು ಮೊಬೈಲ್ ಹಾಕೊಟ್ಟಿದ್ದೆ. ഭയങ്കര അത്ഭുതം തോന്നി. ಭಯಂಕರ ಅದ್ಭುತವಾಗಿ ഇതാണോ ಅನ್ನಿಸ್ತು ನನಗೆ. ഇങ്ങനെയാണോ മനുഷ്യനെ വെച്ചിരിക്കുന്നത്? ಹೀಗೆ ಮನಸ್ಸನ್ನು ಇಟ್ಟಿರೋದು. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണം. ನಾನು ಇಲ್ಲಿಂದ ಮನೆಗೆ ಹೋಗ್ಬೇಕು, വീട്ടിൽ പോയിട്ട് പിള്ളേരെ കാണാനുണ്ട്. ಹೋಗಿ ಮನೇಲಿ ಮಕ್ಕಳು ನೋಡ್ಬೇಕು, അവിടെ എത്തുന്നത് ಅಲ್ಲಿ ತಲುಪುವಂಥದ್ದು സൗജന്യമായിട്ടാണ്. ಫ್ರೀಯಾಗಿದೆ ನಾನು ಹೋಗಿ ತಲುಪುವಂಥದ್ದು. വണ്ടിക്കൂലി എടുക്കാതെ അല്ല, ಅಂದ್ರೆ ಗಾಡಿಗೆ ಚಾರ್ಜ್ ಕೊಡೋದೇ ಇಲ್ಲ, എവിടെ സ്റ്റക്ക് ആകാതെ ಎಲ್ಲೂ ಸ್ಟಕ್ ಆಗದೆ ಉಸಿರು ದೇವರ ಭംಗಿಯಾയിട്ട് എത്തിക്കുന്നു. ನನ್ನೆಲ್ಲ ಬಹಳ ಚಂದವಾಗಿ ಮನೆಗೆ ತಲುಪಿಸ್ತಿದ್ದ. പിശാച് പലയിടത്തും സ്റ്റക്ക് ആക്കാൻ നോക്കിയപ്പോൾ ಸೈತಾನವನ್ನ ಅನೇಕ ದಾರಿಯಲ್ಲಿ ಸ್ಟಕ್ ಮಾಡ್ಲಿಕ್ಕೆ നമ്മൾ അടങ്ങിയിട്ടില്ല. ನಮಗೆ ಗೊತ್ತಾಗಿಲ್ಲ ಅದು. യേശു അവിടെയൊക്കെ നമ്മളെ സൂക്ഷിച്ചു. ಯೇಸು ಅಲ್ಲೆಲ್ಲ ನಮ್ಮನ್ನ ಕಾದು. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്നെ മക്കള്, ನಮ್ ಕೊಟ್ಟಂತ ದೇವ್ರು ಕೊಟ್ಟಂತ ಮಕ್ಕಳು, അവരെയും ദൈവം അതുപോലെ. ಅವ್ರನ್ನು ಕೂಡ ದೇವರು ಅದೇ ರೀತಿಯಾಗಿ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കൊച്ചു ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുമ്പോൾ ನೋಡಿದ್ರ ಒಂದು ಮಗು ಹಿಂಗ ಉಸಿರು ಬಿಡುವಾಗ വിടാൻ പറ്റാതെ നല്ല ബുദ്ധിമുട്ട്, ಅದಕ್ಕೆ ಉಸಿರು ಬಿಡ್ಲಿಕ್ಕೆ ಆಗದಂತ ಕಷ್ಟ, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ಅದು ಚಿಂತೆ ಮಾಡ್ಲಿಕ್ಕೂ ಆಗಲ್ಲ. പക്ഷേ ಆದ್ರೆ കുഞ്ഞുങ്ങളെ പോലും യേശു, ಮಕ್ಕಳನ್ನು ಕೂಡ ಏಸು അങ്ങനെ ഒരു കുഴപ്പമില്ല, ಯಾವ ತೊಂದರೆ ಕೂಡ ಆಗದಂತೆ ഈ പ്രായം വരെ, ಈ ಪ್ರಾಯದವರೆಗೂ എവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കും, ಎಲ್ಲೆಲ್ಲ ನಾವು ಪ್ರಯಾಣ ಮಾಡಿ എന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? ಯಾವ ಗ್ಯಾರಂಟಿ ನಮಗೆ? എന്തുറപ്പില്ല നിങ്ങൾ പിള്ളേരെയൊക്കെ രാവിലെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്? ಯಾವ ಗ್ಯಾರಂಟಿಲಿ ನೀವು ಮಕ್ಕಳನ್ನೆಲ್ಲ ಶಾಲೆ ಕಳಿಸ್ತೀರಾ? തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ വരുന്നത്, ತಿರುಗಿ ಅವ್ರು ಯಾವುದೇ ತೊಂದರೆ ಇಲ್ಲದೇನೆ ಮನೆಗೆ ಬರುವಂತ അത്ഭുതമല്ലേ ദൈവം? ಅದೆಲ್ಲ ಒಂದು ಅದ್ಭುತ ಅಲ್ವಾ ದೇವ್ರದ್ದು? ഏത് സമയത്ത് എന്തും സംഭവിക്കാവുന്ന ഒരു ശരീരപ്രകൃതിയാണ്. ಯಾವ ಸಮಯದಲ್ಲಿ ಏನ್ ಬೇಕಾದ್ರೂ ಸಂಭವಿಸಬಹುದು ನಮ್ಮ ಶರೀರಕ್ಕೆ. ഹല്ലേലൂയ. ಆಮೆನ್. മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല, ಮನಸ್ಸು ಇದೇನು ಯೋಚನೆ ಮಾಡ್ತಾ ಇಲ್ಲ. അത്രമാത്രം ദൈവം എല്ലാവരും സൂക്ഷിക്കും. ಅಷ್ಟರ ಮಟ್ಟಿಗೆ ದೇವರು ನಮ್ಮನ್ನ ಕಾದು ಕಾಪಾಡ್ತಾ ಇದ್ದಾನೆ. ഇന്ന് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ಇವತ್ತು ಕೂಡ ದೇವರು ನಮ್ಮನ್ನು ಕಾದಿದ್ದಾನೆ. അതുപോലത്തെ ഒരു അത്ഭുതം. ಅದೇ ರೀತಿಯಾದಂತ ಒಂದು ಅದ್ಭುತ. ഇപ്പൊ ചെങ്കപ്പട്ടണയുള്ള ബ്രദർ, ಚನ್ನಪಟ್ಟಣ ಇರುವಂತ ಪ್ರಿಯ ಬ್ರದರ್, ഈ കമ്പിപ്പുരമുള്ള ഇവര്, ಈ ಕಂಬಿಪುರ ಇರುವಂತ ಇವರು, ഈ മാതാവിലുള്ള സൈലസ് ಮಾದಾಪುರ ಇರುವಂತ ಸೈಲಸ್, ഞാൻ നാട്ടിൽ നിന്ന് വന്നത്, ನಾನು ದೂರದಿಂದ ಬಂದಂತ. ഹല്ലേലൂയ. ബന്ധുക്കാര് പോലും ഇത്ര അടുപ്പമില്ല. ನಮ್ಮ ಬಂಧುಗಳು, ನಮ್ಮ ನೆಂಟರು ಕೂಡ ಇಷ್ಟೊಂದು ಸಂಬಂಧ ಇಲ್ಲ. പിന്നെ നമുക്ക് എങ്ങനെയാണ് അടുപ്പം കിട്ടിയത്? ನಮ್ಗೆ ಹೆಂಗೆ ಇದು ಸಿಕ್ತು? യേശു കൂട്ടിച്ചേർത്ത്. ಯೇಸು ನಮ್ಮನ್ನ ಒಟ್ಟುಗೂಡಿಸಿದ್ದಾರೆ. ഇതൊക്കെ എടുക്കാൻ എന്ത് യോഗ്യത അല്ലേ നമ്മൾ? ಇದೆಲ್ಲ ನಾವು ತೆಗಿಲಿಕ್ಕೆ ಏನು ಯೋಗ್ಯತೆ ನಮಗೆ? അതിനേക്കാളും ഭയങ്കരമാണ് ಅದಕ್ಕಿಂತ ಭಯಂಕರ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ്. ಸ್ವರ್ಗದ ಪರಿಶುದ್ಧಾತ್ಮನು, ഇത്രയും നല്ല പരിശുദ്ധാത്മ, ಇಷ್ಟು ಒಳ್ಳೆ ಪರಿಶುದ್ಧಾತ್ಮ, വിശുദ്ധിയുടെ പരിശുദ്ധാത്മ ಪರಿಶುದ್ಧವಿರುವಂತ ಪರಿಶುದ್ಧಾತ್ಮ നമ്മളിലേക്ക് കടന്നു വരാം. ನಮ್ಮೊಳಗೆ ಬರಲಿಕ್ಕೆ യേശു തിരഞ്ഞെടുത്തു. ಯೇಸು ನಮ್ಮನ್ನ ಆರಿಸಿಕೊಂಡ. കേരളത്തിലൊക്കെ ഒരു ദിവസം കുടിച്ചില്ലെങ്കിൽ നാറിയിട്ട് അടുത്ത മഠത്തിൽ അവരെടുത്തു. ಕೇರಳದಲ್ಲಿ ಒಂದು ದಿನ ಸ್ನಾನ ಮಾಡದೇನೆ ಹೋದ್ರೆ ಅವ್ರ ಹತ್ರ ಹೋಗ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. ആ മനുഷ്യന്റെ അകത്തേക്ക് പരിശുദ്ധാത്മ. ಆ ಮನಸ್ಸಿನೊಳಗೆ ಪರಿಶುದ್ಧಾತ್ಮ ಬರ್ತಾನೆ. ഒരു ചെറിയൊരു ഒരു പുണ്ണ് വന്നാൽ മതി, പഴുത്ത് കഴിഞ്ഞാൽ. ಒಂದು ಸಣ್ಣ ಹುಣ್ಣು ಬಂದ್ರೆ ಸಾಕು ನಮ್ಮಲ್ಲಿ. പഴുത്ത് കഴിഞ്ഞാൽ ಅದು ಕೀವು ಬಂದ್ರೆ ഈച്ചി അരിച്ച് ಅದು ಅಲ್ಲಿ ನೊಣ ಕೂತು നാറുന്നത്, ಅದು ವಾಸನೆ ಹೊಡೆಯುವಂತ ചില അസുഖങ്ങളൊക്കെ വരുമ്പോൾ ಕೆಲವು ಕಾಯಿಲೆಗಳು ಬರುವ. ഡോക്ടർ കുളിക്കലെന്ന് പറഞ്ഞാൽ, ಡಾಕ್ಟ್ರು ಸ್ನಾನ ಮಾಡಬಾರ್ದು ಅಂತ ಹೇಳಿದ್ರೆ, കുളിക്കലെന്ന് പറഞ്ഞാൽ ಡಾಕ್ಟ್ರು ಸ್ನಾನ ಮಾಡಬೇಡ ಅಂತ ಹೇಳಿದ್ರೆ, കുറച്ച് ദിവസം കുളിക്കാതിരുന്നാൽ, ಸ್ವಲ್ಪ ದಿವಸ ಸ್ನಾನ ಮಾಡದೆ ಹೋದ್ರೆ, ഒന്ന് വേർക്കുകയാണെങ്കിൽ ಅದು ಬೆವರು ಬರೋದ, എന്തുമാണോ സ്മെല്ല, ಅದು ಏನು ಸ್ಮೆಲ್ ಅಲ್ವಾ? അങ്ങനെ ഒരു മനുഷ്യനെ ಆಗಿರುವಂತ ಒಬ್ಬ ಮನುಷ್ಯನನ್ನ ദൈവം തന്നെ, യേശു തന്നെ, ಯೇಸುವೆ ആത്മാവിൽ നമ്മുടെ അകത്തേക്ക് തരാൻ. ಆ ಆತ್ಮನಾಗಿ ನಮ್ಮೊಳಗೆ ಬಂದು, അല്ലെങ്കിൽ അതിന് എന്ത് ക്വാളിറ്റി അറിയിക്കാം ശരീരത്തിൽ? ಅಲ್ದೇನೆ ಅಂದ್ರೆ ಏನ್ ಕ್ವಾಲಿಟಿ ನಮ್ಮ ಶರೀರಕ್ಕೆ? ഈ ക്വാളിറ്റിയിൽ എങ്ങനെ യേശുവിന് വരാൻ പറ്റിയത്? ಈ ಕ್ವಾಲಿಟಿ ಮೇಲೆ ಯೇಸು ಹೆಂಗೆ ಬರ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು? ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. യേശു അവിടേക്ക് വന്നു. ಯೇಸು ಅಲ್ಲಿ ಬಂದರು. ഓരോ സമയത്ത് യേശു നടത്തുകയാണ്. ಒಂದೊಂದು ಸಮಯ ಕೂಡ ಯೇಸು ನಡೆಸುವಂತದ್ದಾಗಿದೆ. നമുക്ക്
3 നേരം ആഹാരം കഴിക്കണം എന്നുള്ളത് ನಮಗೆ 3 ಟೈಮು ಆಹಾರ ತಿನ್ನಬೇಕು ಅನ್ನೋದು ശരീര പ്രവൃത്തി ദൈവം അങ്ങനെ തന്നിരിക്കുന്നു. ಶರೀರ ಪ್ರವೃತ್ತಿಗಳನ್ನ ಆ ರೀತಿ ದೇವ್ರು ಕೊಟ್ಟಿದ್ದಾನೆ. ഈ ಶರೀರವನ್ನು 3 നേരത്തിനുള്ള ആഹാരം 3 ಟೈಮ್ಗೆ ಇರುವಂತ ಆಹಾರ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ದೇವ್ರು ನಮಗೋಸ್ಕರ ಇಟ್ಟಿದ್ದಾನೆ. ഒരു അമ്മ കരുതുന്ന പോലെ ಒಂದು ತಾಯಿ ನಮಗೆ ಕೊಡುವಂತೆ അത് തക്ക സമയത്ത് ദൈവം നമുക്ക് തരും. ಆ ತಕ್ಕ ಸಮಯದಲ್ಲಿ ದೇವ್ರು ನಮ್ಗೆ ಅದನ್ನು ಕೊಡ್ತಾರೆ. നമ്മൾ അധ്വാനിച്ചാലും ഇല്ലെങ്കിൽ, ನಾವು ಕಷ್ಟಪಟ್ಟರು ಕಷ್ಟಪಡದೆ, നമ്മൾ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ, ನಾವು ಮಾಡಿಟ್ರು ಮಾಡಿಡ್ದೇನೆ ಹೋದ್ರು ദൈവം വഴി തുറന്നു. ದೇವರು ಮಾರ್ಗವನ್ನು ತೆರೆದಿದ್ದಾನೆ. ಸ್ತೋತ್ರ. ഹല്ലേലൂയ. ಆಮೆನ್. നിങ്ങളിവിടെ ഇരിക്കുന്ന ബുദ്ധിപരമായിട്ട് ഞാനൊരു കാര്യം പറയും. ನೀವು ಇಲ್ಲಿರುವಂತ ವ್ಯಕ್ತಿಗಳಿಗೆ ನಾನು ಬುದ್ಧಿಪರವಾಗಿ ಒಂದು ಮಾತು ಹೇಳ್ತೇನೆ ಹೊಸಬರಿಗೆ. ഹല്ലേലൂയ. ഏകദേശം നമ്മളെ പുത്തരിക്കണ്ട മയത്ത് പേരത്ത് 2007 7-8 2007 തോന്നുന്നു, 7-8 2007 ಅಥವಾ 8 ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ನಾವೆಲ್ಲ ಅಲ್ಲಿದ್ದು ಒಂದು ಮೀಟಿಂಗ್ ಅಲ್ಲಿ. അതെന്റെ ഇവർ ഇവിടെ വന്നു. ನಂತರ ಇಲ್ಲಿಗೆ ಅವ್ರು ಬಂದ್ರು. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ನಾನು ಉಪವಾಸ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೆ. അന്നത്തെ എൻ്റെ വീട്ടിലെ സാഹചര്യം ಅವತ್ತಿನ ನನ್ನ ಮನೆಯ ಪರಿಸ್ಥಿತಿ ഇന്നത്തെ പോലെ അല്ല. ಇವತ್ತಿನ ರೀತಿಯಲ್ಲಿ ಅಲ್ಲ. ഭയങ്കര ശോധനയിലൂടെ ഞാൻ പോകും. ಭಯಂಕರ ಸೋದನ ಮಧ್ಯದಲ್ಲಿ ನಾನು ಹೋಗ್ತಾ ಇದ್ದೆ. ദൈവം സ്നേഹിക്കുന്നതും നടത്തുന്നതും നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത്. ದೇವರು ಪ್ರೀತಿಸೋದು ನಡೆಸೋದನ್ನ ಕುರಿತು ನಾನು ಅದರ ವಿಷಯವಾಗಿ ಹೇಳ್ತೀನಿ. ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡಿದ್ದೆ. ഞാൻ കർത്താവിനോട് കൂടെ തന്നെ ഇരിക്കുന്നു, ഇരിക്കുന്നു. ನಾನು ಕರ್ತನ ಜೊತೆಯಲ್ಲೇ ಕೂತಿದ್ದೀನಿ. റൂം അടച്ചിട്ടുണ്ട്. ರೂಮ್ ಅಲ್ಲಿ ಮುಚ್ಚಿಟ್ಟಿದೆ. എനിക്ക് സമയം മാതിരി ചോറോ എന്തെങ്കിലും കൊണ്ട് ചായ ನಾನು ಬಾಗಿಲು ತೆಗಿತೀನಿ, ಆಹಾರ ತರ್ತಾರೆ, ಊಟ ತರ್ತಾರೆ. അങ്ങനെ ഇരിക്കാൻ പരിശുദ്ധാന്റെ നിയോഗത്തിൽ ഇരിക്കുകയാണ്. ಹಾಗಿರುವಾಗ ಪರಿಶುದ್ಧಾತ್ಮನ ನಿಯಂತ್ರಣದಲ್ಲಿ ನಾನು ಕೂತಿದ್ದೀನಿ. ഉപവാസം കഴിഞ്ഞിട്ട് ಈ ಉಪವಾಸ ಕಳೆದ ಮೇಲೆ എൻ്റെ അകത്ത് എല്ലാ വഴിയും അടങ്ങിടക്കുകയാണ്. ನನ್ನೊಳಗೆ ಎಲ್ಲ ಮಾರ್ಗಗಳು ಮುಚ್ಚಿಟ್ಟಿದೆ. അപ്പൊ പരിശുദ്ധാത്മ എങ്ങനെ വടക്കോട്ട് പോകാൻ ഒരു നിയോഗം തന്നു. വടക്കോട്ട് എന്ന് പറഞ്ഞാൽ കാസർഗോഡിലേക്ക് വരുന്നത്. ಒಂದು ದಿಕ್ಕಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ದೇವರ ಆತ್ಮನು ಪ್ರೇರೇಪಣೆ ಕೊಟ್ಟರು ಕಾಸರಗೋಡಿಗೆ. എന്റെ കയ്യിലുള്ളത്, ನನ್ನ ಕೈಲಿರುವಂಥದ್ದು തൃശ്ശൂർ വരെയുള്ള പൈസ, തൃശ്ശൂർ വരെ ನನ್ನ ಕೈಲಿರೋ ಹಣ ಅರ್ಧಕ್ಕೆ ಬರೋ ಅಷ್ಟು ಮಾತ್ರ ನನ್ನ കയ്യിലിರೋದು. ನಾನು ಕಾಸರಗೋಡು ತಲುಪಬೇಕು. ഇവിടെ ഉള്ളവർ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ನಾನು ಇಲ್ಲಿವ್ರ ಹತ್ರ ಹೇಳಿದ್ದೆ. ദൈവം നടത്തുന്ന നിങ്ങൾ കേൾക്കാത്തവരെ ഒന്ന് കേട്ടിട്ട് കാര്യത്തിലേക്ക് വിഷയത്തിലേക്ക് വരാം. ನಾನು ಕೇಳದೇ ಇರೋರು ಈ ವಿಷಯವನ್ನು ಕೇಳಿ ಮತ್ತೆ ನಾನು ಆ ವಿಷಯಕ್ಕೆ ನಾನು ಬರ್ತೇನೆ. ഞാനിങ്ങനെ ഈ പ്രേരണ വരുമ്പോൾ തന്നെ ನಾನು ಈ ಪ್ರೇರೇಪಣೆ ಬರುವಾಗಲೇ ഈ പകുതി വഴി വരെ പോകാനുള്ള വണ്ടിക്കൂലി കൊണ്ട് എങ്ങനെ പോകും? ನೋಡ್ರಿ, ಅರ್ಧ ದಾರಿಗೆ ಹೋಗಿರುವಂತ ಹಣವನ್ನು ಇಟ್ಟುಕೊಂಡು ಯಾವ ಧೈರ್ಯದಲ್ಲಿ ನಾನು ಹೋಗ್ಲಿ? ആർക്കും പോകാൻ പറ്റത്തില്ല. ಯಾರಿಗೂ ಹೋಗಲಕ್ಕಾಗಲ್ಲ. ഞാൻ പോകാൻ റെഡിയായി. ನಾನು ಹೋಗಕ್ಕೆ ರೆಡಿ ಆದೆ. ಅರ್ಧ ದಾರಿಗೆ ಹೋಗಿದ್ರು. എൻ്റെ അകത്തൊരു ഉറപ്പ്, ನನ್ನೊಳಗಿರುವಂತ ಒಂದು ನಂಬಿಕೆ. ദൈവം എന്നോട് പോകാൻ പറഞ്ഞിരിക്കും. ದೇವ್ರು ನನಗೆ ಹೋಗಕ್ಕೆ ಹೇಳಿದ್ದಾರೆ. ഞാൻ യാത്ര തുടങ്ങാൻ റെഡിയാകുമ്പോൾ, ನಾನು ಪ್ರಯಾಣ ಮಾಡ್ಲಿಕ್ಕೆ ರೆಡಿ ಆಗಿರುವಾಗ തൃശ്ശൂർ കുന്നംകുളത്തുനിന്ന് ഒരു ഫോൺ എനിക്ക് വരുന്നു. ತ್ರಿಶೂರ್ ಎಂಬ ಕುನ್ನಕ್ಕುಳ ಎಂಬಂತ ಜಾಗದ ಒಂದು ಫೋನ್ ನನಗೆ ಬರ್ತಾ ಇದೆ. ഒരു സിസ്റ്റർ തലവേദന വിഷയത്തിന് പ്രാർത്ഥിക്കുക. ಒಬ್ಬರಿಗೆ ತಲೆನೋವಾಗಿದೆ, ತುಂಬಾ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು ಅಂತ ಒಂದು ಫೋನ್ ಬಂತು. ഞാൻ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ನಾನು ತಲೆನೋವಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. തലവേദന അത്ഭുത സൗഖ്യമായി. ತಲೆನೋವು ಅದ್ಭುತವಾಗಿ ಸೌಖ್ಯವಾಯಿತು. എനിക്ക് തോന്നി അവിടെ വരെ ഒന്ന് പോകാം. ನನಗೆ ಮನಸ್ಸಿನಲ್ಲಿ ಅನ್ನಿಸ್ತು ಅಲ್ಲಿಗೆ ಹೋಗ್ಬೇಕು ಅನ್ನೋ. ഞാൻ പറഞ്ഞു, ನಾನು ಹೇಳಿದೆ, ഞാൻ അവിടെ വരെ വരുന്നുണ്ട്. ನಾನು ನಿಮ್ಮ ಮನೆಗೆ ಬರ್ತಾ ಇದ್ದೀನಿ. ഭയങ്കര മനല്ലാതെ ഒരു ചിൽഡ്രൻസ് ഹോമാണ്. ഒരു ചിൽഡ്രൻസ് കുട്ടികളെ നോക്കുന്ന ಒಂದು ಚಿಲ್ಡ್ರನ್ಸ್ ಹೋಮ್ ಆಗಿತ್ತು. ദൈവ മക്കളുടെ ದೇವ್ರ ಮಕ್ಕಳದು ಒಂದು ಚಿಲ್ಡ್ರನ್ಸ್ ಹೋಮ್ ಆಗಿತ್ತು. പാസ്റ്റർമാരൊക്കെ ഉണ്ട്, ಅಲ್ಲಿ ಪಾಸ್ಟರ್ಗಳೆಲ್ಲ ಇದ್ದಾರೆ, അത് നോക്കുന്നവരുണ്ട്, ಅಲ್ಲಿ ನೋಡುವಂತವರಿದ್ದಾರೆ. അവർക്ക് ഭയങ്കര സന്തോഷമായി. ಅವ್ರಿಗೆ ಬಹಳ ಸಂತೋಷ ಆಯ್ತು. ഞാൻ തൃശ്ശൂർ ഇറങ്ങിയത് പോലെ ನಾನು ತ್ರಿಶೂರ್ ಇಳಿದೆ, അവിടേക്ക് പോയി. ಅಲ್ಲಿಗೆ ಹೋದೆ. പോയവിടനെ ಹೋದ ತಕ್ಷಣ ആ പാസ്റ്റർ ഓടി തന്നെ കെട്ടിപ്പിടിക്കണം. ಆ ಪಾಸ್ಟರ್ ನನ್ನನ್ನು ಓಡ್ ಬಂದು ತಪ್ಪಿಕೊಂಡ್ರು. ഞങ്ങളെ കണ്ടിട്ടില്ല, ನಾವು ಯಾವಾಗಲೂ ಕಂಡಿಲ್ಲ. പാസ്റ്ററെ ദൈവം ഇവിടെ പാസ്റ്റർ കൊണ്ടുവന്നാണ്. ಪಾಸ್ಟ್ರೇ, ನಿಮ್ಮನ್ನು ದೇವ್ರು ಇಲ್ಲಿಗೆ ತಂದಿದ್ದು ಅಂತ ಹೇಳಿ. ഞാൻ എനിക്കത് മനസ്സിലായില്ല. ನನಗೆ ಅದರ ಅರ್ಥ ಗೊತ್ತಾಗ್ಲಿಲ್ಲ. ഞാൻ ചെത്ത ನಾನು ಕೇಳಿದೆ, ಏನು? അത് ഞങ്ങളിവിടെ 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ വെക്കുകയാണ്. ನಾವು ಇಲ್ಲಿ 3 ದಿವಸ ಉಪವಾಸ ಪ್ರಾರ್ಥನೆ ಇದ್ದು. ഞങ്ങളൊരു പ്രവാചകനെ വിളിച്ചായിരുന്നു. ನಾವೊಂದು ಪ್ರವಾದಿಗೆಯನ್ನ ಕರೆದಿದ್ದು. പ്രവാചകൻ ഒരു സെക്ഷൻ ഇന്നലെ വന്നിട്ട്, ಪ್ರವಾಚಕನ ನಿನ್ನೆ ಒಂದು ಸೆಕ್ಷನ್ ಬಂದು ദൈവഹിതമില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു. ದೇವ್ರ ಹಿತ ಇಲ್ಲ ಅಂತ ಹೇಳ್ಬಿಟ್ಟು ಅವ್ರು ಬರೋದಿಲ್ಲ ಅಂತ ಹೇಳಿ. പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അവിടെ എത്തുന്നത്. ಮಾರನೇ ಬೆಳಿಗ್ಗೆ ನಾನು ಅಲ್ಲಿ ತಲುಪ್ತಾ ಇದ್ದೀನಿ. പ്രവാചകൻ ദൈവത്തിനായിട്ട് വരാത്തതല്ല. ಆ ಪ್ರವಾಚಕನ ಅದು ದೇವರ ಹಿತಕ್ಕಾಗಿ ಬಂದಿದ್ದಲ್ಲ. അവിടെ ദൈവം എന്നെ അയച്ച ചില കാര്യം ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു. ಅವ್ರು ಬರ್ದನಿದ್ದು ನನ್ನನ್ನು ಕಳಿಸಿ ಏನೋ ದೇವ್ರಿಗೆ ಅಲ್ಲಿ ಮಾಡ್ಬೇಕಿತ್ತು.
അതെ പോവാനെ മൂവിങ് വരുന്നത്. ಅದಾಗಿದೆ, ಹೋಗ್ಲಿಕ್ಕೆ ಒಂದು ಪ್ರೇರೇಪಣೆ ಬಂದಿತ್ತು. ഞാൻ അവിടെ പോയി, ನಾನು ಅಲ್ಲಿ ಹೋದೆ, പായ് കുളിച്ചു, കുളിയൊക്കെ കഴിഞ്ഞ് പായിട്ടതല്ല പ്രാർത്ഥിക്കും. ಸ್ನಾನ ಎಲ್ಲ ಆಯ್ತು, ಚಾಪೆ ಎಲ್ಲ ಹಾಕಿದ್ರು ಪ್ರಾರ್ಥನೆಗೆ. ಮತ್ತೆ 10-25 കുട്ടികൾ ഇങ്ങനെ വന്നിരുന്നു. ചെറിയ 25 ಒಂದು ಮಕ್ಕಳು ಇದೇ ರೀತಿ ಆಗತ್ತೆ, ಚಿಕ್ಕ ಮಕ್ಕಳು ಅಲ್ಲಿ ಬಂದು ಕೂತರು. കുട്ടികളോട് ഞങ്ങളെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ಮಕ್ಕಳಿಗೋಸ್ಕರ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ವಿ. പ്രാർത്ഥിച്ച് ഓരോ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಒಂದೊಂದು ಮಕ್ಕಳಿಗಾಗಿ ನಾವು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ. ഈ കുട്ടികൾ, ಈ ಮಕ್ಕಳು, അങ്ങനെയുള്ള ആ കുട്ടികൾ, ಆ ಮಕ್ಕಳು അപ്പനമ്മയെ അറിയത്തില്ല, ತಂದೆ ತಾಯಿಗಳು ಗೊತ್ತಿಲ್ಲ, ತಂದೆ ತಾಯಿಗಳು ಅವರು ಇಲ್ಲ, അനാഥ കുട്ടികൾ, ಅನಾಥ ಮಕ್ಕಳು. ആ പ്രാർത്ഥിക്കുന്ന സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടിരിക്കും. ಅದೊಂದು ಸ್ಥಾಪನದಲ್ಲಿ ಅಲ್ಲಿ ಅವ್ರನ್ನ ಮಕ್ಕಳನ್ನ ಬೆಳೆಸ್ತಾ ಇದ್ದಾರೆ. വലിയവരോടല്ല അവരോട് സുവിശേഷം പറയും കർത്താക്കളെ. ಮಕ್ಕಳ ಹತ್ರ ಸುವಾರ್ತೆ ಹೇಳಲಿಕ್ಕೆ ದೇವರು ಕೃಪೆ ಕೊಟ್ಟ. അവർക്ക് ഭയങ്കര സന്തോഷമായി, ಮಕ್ಕಳಿಗೆಲ್ಲ ತುಂಬಾ ಸಂತೋಷ ಆಯ್ತು. അവർ കരയുകയും ಅವ್ರು ಅಳ್ತಾ ಇದ್ದಾರೆ, ನಗಾಡ್ತಾ ಇದ್ದಾರೆ. അവരുടെ നടുക്കൊക്കെ ഇരിക്കാനും ಅವ್ರ ಮಧ್ಯದಲ್ಲಿ ಕೂರ್ಲಿಕ್ಕೂ, അവരോട് യേശുവിനെ കുറിച്ച് പറയാനും പ്രാർത്ഥിക്കാനും കൃപയെ, ಅವ್ರ ಮಧ್ಯದಲ್ಲಿ ಯೇಸುವಿನ ಕುರಿತು ಆ ಯೇಸುವಿನ ಪ್ರೀತಿ ಹೆಚ್ಚಿಕ್ಕೆ ದೇವರು ಸಹಾಯ ಮಾಡಿ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അവിടെ കൊണ്ടുവരാം. ಪರಿಶುದ್ಧಾತ್ಮನ ದೊಡ್ಡ ಸಾನ್ನಿಧ್ಯ ಅಲ್ಲಿ ತುಂಬಲ್ಪಟ್ಟ. വലിയൊരു എന്തൊക്കെ മാറ്റം നടക്കുന്ന ಏನೆಲ್ಲ ವ್ಯತ್ಯಾಸ ಅಲ್ಲಿ ನಡೆಯುವಂತ ರೀತಿಯಲ್ಲಿ ದೇವರು ತೋರಿಸ್ತು. അവിടെ വലിയവർക്ക് സംഭവിച്ചു. ಅದು ದೊಡ್ಡವ್ರಿಗೂ ಕೂಡ ಸಂಭವಿಸಿತು. ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ നേരെ കാസർഗോഡിലേക്ക് വരികയാണ്. ಆ ಪ್ರಾರ್ಥನೆ ಕಳೆದು ಕಾಸರಗೋಡಿಗೆ ನಾನು ಬಂದೆ. അപ്പം കാസർഗോഡ് എത്താനുള്ള പൈസ ಅಲ್ಲಿ ಕಾಸರಗೋಡ್ಲಿಗೆ ಬರ್ಲಿಕ್ಕಂತ ಹಣ ನನಗೆ ಅಲ್ಲಿ ಕೊಟ್ರು. കാസർഗോഡ് ഒരു പാസ്റ്റർ അടുത്ത് പോയി. ಕಾಸರಗೋಡು ಒಂದು ಪಾಸ್ಟರ್ ಹತ್ರ ಬಂದೆ. ഞാൻ ആ പാസ്റ്റർ അവിടെ എത്തിയപ്പോൾ ആ പാസ്റ്റർക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി. ಅಲ್ಲಿರುವಂತ ಪಾಸ್ಟರ್ಗೆ ನನ್ನ ಅವಸ್ಥೆ ಏನಂತ ಗೊತ್ತಾಯ್ತು. പാസ്റ്ററിനെ നല്ലോണം സ്നേഹിക്കാൻ തുടങ്ങി. ಪಾಸ್ಟರ್ ನನ್ನ ತುಂಬಾ ಪ್ರೀತಿ ಮಾಡಿದ್ರು. പാസ്റ്റർ അന്ന് അവിടെ നിന്നിട്ട് രാവിലെ എന്നോട് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്. ಪಾಸ್ಟರ್ ಅಲ್ಲಿ ರಾತ್ರಿ ಅಲ್ಲಿದ್ದೆ, ಮತ್ತೆ ಮಾರನೇ ಬೆಳಗ್ಗೆ ಕೇಳಿದ್ರು ಎಲ್ಲಿಗೆ ನೀವು ಹೋಗೋದು. രാത്രി പ്രാർത്ഥിക്കുക, എനിക്ക് ആരെയും വലിയ പരിചയമൊന്നുമില്ല. ಅಲ್ಲಿ ನನಗೆ ಯಾರು ಪರಿಚಯ ಇಲ್ಲ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ಆದರೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ പരിശുദ്ധാത്മാവ് വയനാട്ടിലേക്ക് പോകാനോട് പറയും. ಪರಿಶುದ್ಧಾತ್ಮನ ವೈನಾಡಿಗೆ ಹೋಗ್ಲಿಕ್ಕೆ ಪ್ರೇರೇಪಣೆ. ആരും വിളിച്ചു പോകുന്നതല്ല, ಇದು ಯಾರು ಕರೆದು ಬಿಟ್ಟು ಹೋಗೋದಲ್ಲ. പരിശുദ്ധാത്മാവ് എന്നോട് പോകാൻ പറഞ്ഞു പോകുന്നത്. ಪರಿಶುದ್ಧಾತ್ಮನು ನಾವು ಒಂದು ಜಾಗಕ್ಕೆ ಹೋಗಿ ಕೇಳಿದು ಅಲ್ಲಿ ಹೋದೆ. ഒരു നദി ഒഴുകി പോകുന്നത് പോലെ ಒಂದು ನದಿ ಹರಿದು ಹೋಗುವಂತ ರೀತಿಯಲ್ಲಿ എനിക്കത് മനസ്സിലായി. ഒരു ആത്മസനത്തിലൂടെ ഞാൻ പോകും. ನನಗೆ ಗೊತ್ತಾಯ್ತು, ಅದು ಒಂದು ಆತ್ಮ ಪ್ರೇರೇಪಣೆಯಿಂದ ದೇವ್ರು ನನ್ನ ನಡೆಸ್ತಾರೆ ಅಂತ ಗೊತ್ತಾಯ್ತು. ഞാൻ ഒരു അത്ഭുതമാണ്, ഞാൻ നിങ്ങളൊരു അത്ഭുതമാണ്. ನಾನೊಂದು ಅದ್ಭುತ, ನೀವು ಎಲ್ಲ ಒಬ್ಬೊಬ್ರು ಕೂಡ ಅದ್ಭುತವಾಗಿದ್ದಾರೆ. ചിലർക്ക് വേണ്ടി ദൈവം നദി പോലെ ഒഴുക്കും. ಕೆಲವು ಜಾಗದಲ್ಲಿ ನದಿಯ ರೀತಿಯಲ್ಲಿ ನಿಮ್ಮನ್ನು ಹರಿಸ್ತಾರೆ. സുറ്റിപ്പുറത്ത് പടിയോടെ ಥಾಮಸ್ ಕುಟ್ಟಿ ಈ ರೀತಿ ಹಾಡ್ತಾರೆ. ഞാൻ ഇപ്പൊ പാടുന്നില്ല, ನಾನೀಗ ಆಡೋದಿಲ್ಲ. വയനാട് പോയി. ವಯನಾಡ್ ಹೋಗಿದ್ದು. വയനാട് പോകാനുള്ള പൈസ പാസ്റ്ററിന്റെ ವಯನಾಡಿಗೆ ಹೋಗ್ಲಿಕ್ಕಂತ ಹಣ ಈ ಪಾಸ್ಟರ್ ಕೊಟ್ಟು. ഈ സമയം വീടൊക്കെ ദൈവം അത്ഭുതമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ಈ ಸಮಯದಲ್ಲಿ ಮನೆಯನ್ನೆಲ್ಲ ದೇವರು ಅದ್ಭುತಕರವಾಗಿ ನೋಡಿಸ್ತಾರೆ. ചോദിക്കരുത്, ನನಗೆ ಹೆಂಗೆ ಏನು ಅಂತ ನನ್ನ ಹತ್ರ ಕೇಳಬೇಡಿ. അത്ര ശോധന ജീവിതത്തിൽ വന്നിട്ടില്ല. ಅಷ್ಟು ಶೋಧನೆ ಬಂದಿಲ್ಲ ಜೀವಿತದಲ್ಲಿ. അങ്ങനെയായിട്ട് വയനാട് എനിക്ക് പരിചയമുള്ളൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ವಯನಾಡಿಗೆ ಹೋದಾಗ ಅಲ್ಲೊಬ್ರು ಪರಿಚಯ ಇರೋ ಪಾಸ್ಟರ್ ಇದ್ರು. ആ പാസ്റ്റർ എത്തിയ ಆ ಪಾಸ್ಟರ್ ಹತ್ರ ನಾನು ಹೋದೆ. പാസ്റ്റർ ഭയങ്കര സന്തോഷമായി. ಪಾಸ್ಟರ್ ನಾನು ಹೋಗಿದ್ದು ಬಹಳ ಸಂತೋಷ. ഈ പോകുന്നതിന് മുമ്പ് ಈ ಹೋಗೋದಕ್ಕಿಂತ ಮುಂಚೆ ഒരു ട്രെയിനിൽ കയറി പോകുമ്പോൾ, ಒಂದು ಟ್ರೈನಲ್ಲಿ ಹೋಗುವಾಗ, വയനാട് ട്രെയിൻ പോകല്ല, കണ്ണൂർ വരെ ಟ್ರೈನಿಗೆ പോകുമ്പോൾ ಕಣ್ಣೂರ್ ಗಂಟೆ ಒಂದು ಟ್ರೈನ್, ವಯನಾಡ್ಗಲ್ಲ ಕಣ್ಣೂರ್ಗೆ ಒಂದು ಟ್ರೈನ್ ಇತ್ತು, ಅಲ್ಲಿ ಹೋದೆ. ഞാൻ ഒറ്റ സിംഗിൾ സീറ്റിൽ ഇരിക്കുന്നു. ನಾನು ಒಬ್ಬ ಸಿಂಗಲ್ ಸೀಟಲ್ಲಿ ಕೂತಿದ್ದೀನಿ. ഇഷ്ടംപോലെ യാത്രക്കാരുണ്ട്, ತುಂಬಾ ಪ್ರಯಾಣಿಕರಿದ್ದಾರೆ ಇದ್ದಾರೆ. ഈ യാത്രക്കാരെയല്ല കാണുന്നത്, ನಾನು ಪ್ರಯಾಣ ಮಾಡುವಂತವರೆಲ್ಲ ಕಾಣೋದು. ഞാൻ ദൈവസ്ഥാനത്ത് തന്നെ എനിക്ക് മനസ്സിലായി. ನಾನು ದೇವ್ರ ಸನ್ನಿಧಾನದಲ್ಲೇ ಇದ್ದೇನೆ ಅಂತ ನನಗೆ ಗೊತ್ತಾಯ್ತು. അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്ന് ഓർത്തു. ನನ್ನ ಜೀವಿತದ ಅವಸ್ಥೆ ನಾನು ಚಿಂತೆ ಮಾಡಿದೆ. ചില വചനങ്ങൾ എൻ്റെ അകത്തോടെ, ಕೆಲವು ವಾಕ್ಯಗಳು ನನ್ನೊಳಗೆ ധ്യാനിക്കാൻ തുടങ്ങി. ಧ್ಯಾನಿಸಿದೆ. ನಾನು പെട്ടെന്ന് ഞാൻ ഏങ്ങിയടിച്ച് കരയാൻ തുടങ്ങി. ತಕ್ಷಣ ನಾನು ಬಿಕ್ಕಿ ಅಳ್ಲಿಕ್ಕೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿದೆ. എനിക്ക് ഓർമ്മയില്ല, ನನಗೆ ಅದು ಜ್ಞಾಪಕ ಇಲ್ಲ, ആരൊക്കെ എൻ്റെ അടുത്തുണ്ടെന്നുള്ളത്. ಯಾರೆಲ್ಲ ನನ್ನ ಪಕ್ಕದಲ್ಲಿದ್ದಾರೆ ಅಂತ ನನಗೆ ಜ್ಞಾಪಕ ಇಲ್ಲ. പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ತಕ್ಷಣ ನಾನು ತಿಳ್ಕೊಂಡೆ. ನನ್ನ എല്ലാ യാത്രക്കാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ಎಲ್ಲ ಪ್ರಯಾಣಿಕರು ನಾನು ನೋಡ್ತಾ ಇದ್ದಾರೆ. എന്റെ എന്ത് പറ്റി, ಏನಾಯ್ತು, ആരെങ്കിലും എന്തെങ്കിലും മരണം സംഭവിച്ചത്? ಯಾರಾದರೂ ಮರಣಪಟ್ರ ನಿಮ್ಮ ಸ್ವಂತವ್ರು ಅಂತ ಕೇಳಿದ್ರು ಅಕ್ಕಪಕ್ಕ ಇರೋರು. ഞാൻ പറഞ്ഞൊന്നുമില്ല. ನಾನು ಹೇಳಿದೆ ಅದೇನೂ ಅಲ್ಲ. ഞാൻ മൗണ്ടറിയിട്ട് വന്നിട്ട് ನಾನು ടോയ്ലറ്റിലേക്ക് പോയി. ನಾನು ಬಾತ್ರೂಮ್ಗೆ ಹೋದೆ ಮುಖ ತೊಳ್ಕೊಬರಕ್ಕೆ. അവിടെ വെച്ചിട്ട് ഈ സങ്കടം തീരുവരെ ഞാൻ പൊട്ടിക്കരയാൻ. ನಾನು ಸಂಕಟ ತೀರುವವರೆಗೆ ಆ ಬಾತ್ರೂಮ್ ಒಳಗೆ ಹೋಗಿ ಕಣ್ಣೀರಿಟ್ಟು ಅತ್ತೆ. ನಾನು പെട്ടെന്ന് ഞാൻ യേശുവിനെ കണ്ടവനെ ಆ ಬಾತ್ರೂಮಲ್ಲಿ ನಾನು ಯೇಸುವಿನ ಕಂಡೆ. എൻ്റെ അടുക്കൽ വന്ന് യേശു ನನ್ನ ಪಕ್ಕಕ್ಕೆ ಯೇಸು ಬಂದರು. എന്നോട് പറഞ്ഞു, ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು, മകനെ ഞാൻ നിന്നോട് കൂടിയിരിക്കും. ಮಗನೇ ನಾನು ನಿನ್ನ ಜೊತೆ ಇರ್ತೇನೆ.
ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവിടുന്ന് അಲ್ಲಿಂದ ഞാൻ വയനാട് എത്തി. വയനാട് തലപ്പ് വൈകുന്നേരത്തെ 5 മണിയായി. ಸಾಯಂಕಾಲ 5 ಗಂಟೆ പാസ്റ്റർ വീട്ടിൽ പോയി. ಪಾಸ್ಟರ್ ಮನೆಗೆ ಹೋದೆ. പാസ്റ്റർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരു പ്രത്യേകം എല്ലാവരെയും കേൾക്കാം. ഞാൻ പോകുന്നിടത്തൊക്കെ അവർ ഭയങ്കര സ്നേഹം കാണിക്കുന്നു. ಸಭೆಯವರು ಪಾಸ್ಟರ್ಗಳು ಎಲ್ಲರೂ ನಾನು ತುಂಬ ಇಷ್ಟಪಟ್ಟರು. അന്ന് രാത്രി ഞാൻ അവിടെ ആഹാരം കഴിച്ച് കിടന്നുറങ്ങി. ಅವತ್ತು ರಾತ್ರಿ ನಾನು ಆಹಾರ ತಿಂದೆ ಮಲಗಿದೆ. രാത്രിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു. ರಾತ್ರಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ. രാവിലെ ഒരു 9 മണിക്ക് പാസ്റ്റർ റെഡിയായി. ಬೆಳಿಗ್ಗೆ 9 ಗಂಟೆಗೆ ಆ ಪಾಸ್ಟರ್ റെഡിയായി. ಪಾಸ್ಟರ್ ರೆಡಿ ಆದ. അവർ ഞാൻ വിസിറ്റിങ്ങിന് പോവാ പാസ്റ്റർ. ಅವ್ರು ಹೇಳಿದ್ರು ನಾವು ಒಂದು ಕೆಲವು ಮನೆಗಳಿಗೆ ವಿಸಿಟಿಂಗ್ ಹೋಗ್ತಾ ಇದೀವಿ. പാസ്റ്റർ വരുന്നോന്ന് ചോദിച്ചു. ಪಾಸ್ಟರ್ ಬರ್ತೀನಿ ಅಂತ ಕೇಳಿಲ್ಲ. ഇല്ല, ഞാൻ പറയും എനിക്ക് ഇവിടെ പ്രാർത്ഥിക്കാൻ പ്രേരണ തോന്നി. ಇಲ್ಲ ನಾನು ಬರಲ್ಲ, ನಾನು ಇಲ್ಲಿ ಕೂತ್ಕೊಂಡು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ರು. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಲೇ ಇದ್ದೆ. പാസ്റ്റർ ഉച്ചയ്ക്ക് അവിടെ വന്നു. ಪಾಸ್ಟರ್ ಮಧ್ಯಾಹ್ನ ಬಂದರು. ഊട്ടെല്ലാം ചോറെല്ലാം കഴിച്ചു. ಊಟ ಎಲ್ಲ ಮಾಡ್ದು. എവിടെ പാസ്റ്റർ റെഡി ആയിക്കോ, വൈകിട്ടോടെ പ്രാർത്ഥനയുണ്ട്, വിശ്വാസത്തിലെല്ലാം വരാൻ പോകും. ಆ ಪಾಸ್ಟರ್ ಹೇಳಿದ್ರು ಸಾಯಂಕಾಲ ಇಲ್ಲಿ ತುಂಬಾ ವಿಶ್ವಾಸಿಗಳು ಬರ್ತಾರೆ, ನೀವು ರೆಡಿ ಆಗಿ ಅಂತ ಹೇಳಿದ್ರು. ഞാൻ വന്നോണ്ട് ഇവര് പോയിടത്തെല്ലാം അവരെ വിളിച്ചു. ಇವರು ಹೋಗಿದ್ದ ಜಾಗದಲ್ಲೆಲ್ಲ ಇವ್ರು ಫೋನ್ ಮಾಡಿ ಕರೆದ್ರು ಎಲ್ಲಾರು. വിശ്വാസികളെല്ലാം വന്ന് ഏകദേശം ഒരു 10-50 പേരുള്ളൂ. ಸಾಯಂಕಾಲ ಒಂದು 50 ಜನ ಸೇರಿದ್ರು ಪ್ರಾರ್ಥನೆಗೆ. പാട്ടൊക്കെ പാടി, ಹಾಡೆಲ್ಲ ಹೇಳಿದ್ರು. പാട്ടൊക്കെ പാടി ಹಾಡೆಲ್ಲ ആരാധന കഴിഞ്ഞിട്ട് പാസ്റ്റർ എനിക്ക് സമയം തന്നു. ಆರಾಧನೆ ಕಳಿತು, ಹಾಡೆಲ್ಲ ಮುಗೀತು, ನನಗೆ ಟೈಮ್ ಕೊಟ್ಟರು. നിങ്ങൾക്കറിയാലോ ഞാൻ മെസ്സേജ് പറയുന്നത്. ನಿಮ್ಗೆ ಗೊತ್ತಲ್ಲ ನಾನು ಮೆಸೇಜ್ ಹೇಳೋದು. ഇപ്പോഴത് കൂടുതൽ വെളിപ്പാടിലേക്ക് കയറുന്നത്. ಈಗ ಆಗಿದೆ, ನಾನು ತುಂಬಾ ಪ್ರಕಟಣೆಗಳಿಗೆ ಹೋಗುವಂಥದ್ದು. അതിനു മുമ്പ് മെസ്സേജ് പറയും. ಅದ್ರ ಮುಂಚೆ ನಾನು ಪ್ರಸಂಗ ಮಾಡ್ತಿದ್ದೆ. മെസ്സേജ് ഒട്ടും കുറെ പറയാം. ദൈവം അങ്ങനെ ഒരു സുരക്ഷ തന്നെ തന്നിട്ടുണ്ട്. ಮೆಸೇಜ್ ಕೊಡ್ಲಿಕ್ಕೆಲ್ಲ ದೇವರು ಆಗ ಕೃಪೆ ಕೊಟ್ಟಿದ್ರು ನನಗೆ. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ಇಷ್ಟೆಲ್ಲ ಪ್ರಾರ್ಥನೆ, അഭിഷേകത്തെ കണ്ട് നിൽക്കുമ്പോൾ, ಇಷ್ಟೆಲ್ಲ ಅಭಿಷೇಕದಲ್ಲಿ ನಿಲ್ಲುವಾಗ മെസ്സേജ് വരുന്നില്ല പറയാം. ಮೆಸೇಜ್ ಏನು ಅಲ್ಲಿ ಬರ್ತಾ ಇಲ್ಲ. പെട്ടെന്ന് 2 വാക്ക് ദൈവം എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ತಕ್ಷಣ 2 ಮಾತು ದೇವರ ಆತ್ಮನ ನನ್ನ ಬಾಯಿಂದ ಬರ್ಸಿದ್ರು. അതിങ്ങനെയാണ്. ಅದು ಹಿಂಗಾಗಿತ್ತು. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ಇಲ್ಲಿ ಇರುವಂತ 6-7 പേരോളം അന്യഭാഷ നിറയും. 5-6 ಜನ ಪವಿತ್ರಾತ್ಮದಿಂದ ತುಂಬಲ್ಪಡ್ತೀರಿ ಅಂತ ನಾನು ಹೇಳಿದೆ. അടുത്ത ദിവസം 4ഓളം പേര് പ്രവചിക്കും. ಅದಾದ ನಂತರ 4 ಜನ ಪ್ರವಾದಿಸ್ತಾರೆ. വേറെ ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. ಬೇರೆ ಯಾವ ವಾಕ್ಯನೂ ಅಲ್ಲಿ ಹೇಳಿಲ್ಲ, പാട്ടും പാടിയിട്ടില്ല, ಹಾಡು ಹೇಳಿಲ್ಲ. ഓട്ടോമാറ്റിക്കലി ആരാധന തുടങ്ങി. ಆಟೋಮೆಟಿಕ್ ಆಗಿ ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಆರಾಧನೆ, ಎಲ್ಲರೂ ಅನ್ಯ ಭಾಷೆಯಿಂದ ಆರಾಧನೆ ಮಾಡ್ತಾರೆ. ಆರಾಧನೆ ಬೆಂಕಿ ತರ ಆಯ್ತು. ആർക്കും നിർത്താൻ പറ്റുന്നില്ല. ಯಾರಿಗೂ ನಿಲ್ಸಕ್ಕಾಗ್ತದೆ. മണിക്കൂറുകൾ നീളാൻ തുടങ്ങി. ಗಂಟೆಗಳಲ್ಲಿ ಅದು ಮುಂದೆ ಹೋಯ್ತು. അന്യഭാഷയിൽ പലരും അറിയാൻ, ಅನ್ಯ ಭಾಷೆಯಲ್ಲಿ ಅನೇಕರು ತುಂಬಲ್ಪಟ್ಟು നിറഞ്ഞുകൊണ്ടിരുന്നു. ತುಂಬುತ್ತಾ ಇತ್ತು. പെട്ടെന്നൊരു സിസ്റ്റർ ತಕ್ಷಣ ಒಬ್ಬ ಸಿಸ್ಟರ್ പ്രവചിക്കാൻ തുടങ്ങി. ಪ್ರವಾದನೆ ಹೇಳಿದ್ರು. ഇതുവരെ പ്രവചിച്ചിട്ടില്ല. ಇದುವರೆಗೂ ಅವರು ಪ್ರವಾದನೆ ಹೇಳಿಲ್ಲ. ഇതുവരെ പ്രവചിച്ചിട്ടില്ല. ಇದುವರೆಗೂ ಅವರು ಪ್ರವಾದಿಸಿಲ್ಲ. പരിശുദ്ധൻ പറഞ്ഞ പ്രവചിച്ചവര് ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳಿದ್ರು ನೀವು ಪ್ರವಾದಿಸ್ಬೇಕು. പ്രവചിച്ച എന്റെ കൂടെ ಫಸ್ಟ್ ಪ್ರವಾದನೆ ಹೇಳಿದ್ರೆ ನನಗೆ ಆಗಿತ್ತು. അസിസ്റ്റന്റ് ചൂണ്ടിട്ട് പറഞ്ഞു. ಆ ಅಸಿಸ್ಟೆಂಟ್ ನನಗೆ ಬೆಳೆದು ತೋರಿಸಿ ಹೇಳಿದ್ರು, ദൂരെന്ന് ദൈവം അയച്ചു വന്ന ദൈവദാസനെ, ದೂರದಿಂದ ಕಳಿಸಿದಂತ ದೇವರ ದಾಸರೇ. ಓ ಶೋ ಹಾಲೆಲೂಯ. ഏതാനും ചില ദിവസം പ്രാർത്ഥന എന്ന പകുതി വണ്ടിക്കൂലി കൊണ്ട് നീ ഇറങ്ങിയവനല്ലേ. ಎಷ್ಟೋ ದಿನಗಳ ಹಿಂದೆ ಅರ್ಧ ಬಸ್ ಚಾರ್ಜ್ ಅನ್ನ ತಕೊಂಡು ನೀನು ಮನೆ ಬಿಟ್ಟಿದಲ್ವಾ ನೀನು. സാഹചര്യങ്ങൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞു. ನನ್ನ ಪರಿಸ್ಥಿತಿ ಎಲ್ಲ ಅವರು ಡೀಟೇಲ್ ಆಗಿ ಹೇಳಿದ್ರು. എല്ലാരെയും കണ്ണങ്ങ് അറിയാൻ തുടങ്ങി. ಎಲ್ಲರೂ ಕಣ್ಣು ತುಂಬಿತು. ട്രെയിനിൽ വെച്ച് എന്നോട് യേശു സംസാരിച്ചത് അവർ പറഞ്ഞു. ಟ್ರೈನಲ್ಲಿ ಬಾತ್ರೂಮ್ಗೆ ಹೋದಾಗ ಯೇಸು ನನ್ನ ಜೊತೆ ಮಾತಾಡಿದ ಆ ಸ್ತ್ರೀ ಹೇಳಿದ್ರು. എല്ലാരും അതിശയപ്പെട്ടു. ಎಲ್ಲರೂ ಅತಿಶಯಪಟ್ಟರು. അന്ന് ഏകദേശം 4 പേര് എന്നെ പ്രവചിച്ചു. ಅವತ್ತು ಹೆಚ್ಚು ಕಡಿಮೆ 4 ಜನ ಪ್ರವಾದಿಗಳು. വലിയൊരു മാറ്റം ആ ചർച്ചയിലുണ്ടായി. ದೊಡ್ಡ ವ್ಯತ್ಯಾಸ ಆ ಚರ್ಚೆലുಂಟಾಯಿತು. ಹಾಲೆಲೂಯ. അപ്പൊ തന്നെ പാസ്റ്റർ 2 സ്ഥലത്തേക്ക് ഫോൺ ചെയ്തു. ಆಗಲೇ 2 ಜಾಗ ಪಾಸ್ಟರ್ ಫೋನ್ ಮಾಡೋದು. നാട്ടിൽ നിന്ന് ഒരു ദൈവാസം വന്നിട്ടുണ്ട്. ಕೇರಳದಿಂದ ಒಬ್ಬರು ಸೇವಕರು ಬಂದಿದ್ದಾರೆ. പ്രാർത്ഥന വെച്ചാൽ വലിയ അനുഗ്രഹമായിരിക്കും. ನೀವು ಪ್ರಾರ್ಥನೆ ಇಟ್ಟರೆ ದೊಡ್ಡ ಅನುಗ್ರಹ ಅಂತ ಹೇಳಿದ್ರು. ഈ ടീം അങ്ങനെ ചലിക്കട്ടെ. ಈ ಟೀಮ್ ಹಾಗೇನೆ ಚಲಿಸಿ വിളിച്ചിട്ടല്ല, പരിശുദ്ധൻ തുറക്കട്ടെ. ಪರಿಶುದ್ಧಾತ್ಮರು ತೆರೆಯಲ್ಪಟ್ಟು. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. ಒಂದು ಜಾಗಕ್ಕೆ ಅಲ್ಲಿ ಮೀಟಿಂಗ್ ಕರೆದ್ರು. ഒരു സ്ഥലത്ത് ഇപ്പൊ വേണ്ടെന്ന് പറയും. ಒಂದು ಜಾಗದಲ್ಲಿ ಈಗ ಬೇಡ ಅಂದ್ರು. പെട്ടെന്ന് എനിക്ക് തോന്നി ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ತಕ್ಷಣ ನನಗೆ ಅನ್ನಿಸ್ತು ಈ ಮೀಟಿಂಗ್ ಕಳೆದು അതിന്റെ പിറ്റേ ദിവസം ಅದರ ಮಾರನೇ ದಿನ ഇങ്ങോട്ട് വരണം തോന്നി. ಇಲ್ಲಿಗೆ ಬರಬೇಕು ಅನ್ನಿಸ್ತು. അന്ന് ഞാൻ കൂട്ടി രംഗസമിതിയാണ് പോകുന്നത്. ಅವತ್ತು ಜಾಸ್ತಿ ರಂಗಸಮರ ಹೋಗ್ತಿದೆ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ആരെ വിളിച്ചു, കുമാരപുരനാണ് ഞാൻ വിളിച്ചു പറഞ്ഞ ഇവിടെ വരുന്നുണ്ട്. ಯಾರಿಗೋ ಇಲ್ಲಿ ಫೋನ್ ಮಾಡಿದೆ, ನಾನು ಬರ್ತಾ ಇದ್ದೀನಿ. ആ പ്രാർത്ഥന കഴിഞ്ഞ പിറ്റേ ദിവസം
ആ പ്രാർത്ഥനകൾ മാറിന ദിನ. പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. ಅವತ್ತು ಬರ್ಲಿಕ್ಕೆ ಆಗಲಿಲ್ಲ. ಕಾರಣ വേണ്ടെന്ന് പറഞ്ഞ ദൈവദാസന്റെ പേര് ಬೇಡ ಅಂತ ಹೇಳಿದಂತ ದೇವದಾಸನ ಹೆಸರು ഗോപി എന്ന്. ಗೋಬಿ ಅಂತ. എറണാകുളത്ത് നമുക്കുള്ള പാസ്റ്റർ. ಎರ್ನಾಗುಳದಲ್ಲಿರುವಂತ ಒಬ್ಬ ಪಾಸ್ಟರ್. ഒരു വയനാട്ടിൽ ഒരു വലിയ ചർച്ച നടക്കട്ടെ. ವಯನಾಡ ಅಂತ ಹೇಳುವ ಜಾಗದಲ್ಲಿ ದೊಡ್ಡದೊಂದು ಚರ್ಚ್. ആ പാസ്റ്റർ രാവിലെ വിളിച്ചു പറഞ്ഞു. ಆ ಪಾಸ್ಟರ್ ಬೆಳಿಗ್ಗೆ ಫೋನ್ ಮಾಡಿದ್ರು. നാട്ടിൽ നിന്ന് വന്ന പാസ്റ്റർ എനിക്കും ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒന്ന് പറഞ്ഞു. ಕೇರಳದಿಂದ ಬಂದಂತ ಸೇವಕರು ನನ್ನ ಚರ್ಚ್ಗೆ ಅವರು ಬರಬೇಕು. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞു ഇന്നലെ വേണ്ടെന്ന്. ನೀವಲ್ವಾ ನೆನ್ನೆ ಹೇಳಿದ್ ಬೇಡ ಅಂತ. അതൊന്നും പറ്റത്തില്ല, എനിക്ക് പാസ്റ്ററുടെ വന്നേ പറ്റൂ. ಅದೇನು ಅಲ್ಲ, ನೀವು ಇಲ್ಲಿ ಬರಲೇಬೇಕು ಅಂತ ಹೇಳಿದ್ರು. അപ്പൊ പറഞ്ഞു പാസ്റ്റർ വരത്തില്ല. ಅವ್ರು ಹೇಳಿದ್ರು ಪಾಸ್ಟರ್ ಬರಲ್ಲ, അവർ കർണാടകയ്ക്ക് പോവാണ്. ಅವ್ರು ಕರ್ನಾಟಕ ಹೋಗ್ತಿದ್ದಾರೆ. കർണാടകയ്ക്ക് വരാൻ വേണ്ടിട്ട് ഞാൻ വയനാട് ഇങ്ങോട്ട് വരുമ്പോ, ಕರ್ನಾಟಕಕ್ಕೆ ಬರುವಾಗ ವಯನಾಡಿಂದ ಇಲ್ಲಿ ಬರುವಾಗ മാനന്തവാടി വരുമ്പോ ಮಾನಂದವಾಡಿ ಬಂದಾಗ ആ പാസ്റ്റർ പറഞ്ഞു, ಆ ಪಾಸ್ಟರ್ ಹೇಳಿದ್ರು, എന്നെ കാണാതെ ബസ് കയറാൻ വിടല്ലേ, എനിക്കത് കാണണം പാസ്റ്റർ. ನನ್ನ ಕಾಣದೇನೆ ಅವ್ರ ಬಸ್ ಹತ್ರ ಬಿಡಬಾರ್ದು, ನಾನು ನೋಡ್ಲೇಬೇಕು. ആരാന്നറിയാമോ? ಯಾರು ಅಂತ ಗೊತ್ತಾ? ഒരു പ്രവാചകനാണ്. ಅವರೊಬ್ಬ ಪ್ರವಾಚಕರು. ಆಮೇಲೆ ಸ್ತೋತ್ರ. അവരവിടെ വന്നു ബൈക്കില്. ಅವರಲ್ಲಿ ಬಂದ್ರು, ಬೈಕಲ್ಲಿ ಬಂದ್ರೆ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ಮುಖಕ್ಕೆ ನೋಡಿದ್ರು. അവരെന്റെ മുഖത്തേക്ക് നോക്കി, ನನ್ನ ಮುಖ ನೋಡಿದ್ರು. എന്നെ കൊണ്ടുവന്ന പാസ്റ്റർക്കൊന്നും പിടികിട്ടുന്നില്ല, അവിടെ കൊണ്ടുപോയി. ನನ್ನ ಕರ್ಕೊಂಡೋದಂತ ಪಾಸ್ಟರ್ಗೆ ಏನು ಅರ್ಥ ಆಯ್ತೇ ಇಲ್ಲ. ഞങ്ങൾക്ക് പിടികിട്ടി. ನಮಗಿಬ್ರಿಗೂ ಗೊತ್ತಾಯ್ತು. മാർത്തയും മറിയും ഒന്നിച്ചപ്പോൾ പരിശുദ്ധാത്മാവിടപെട. ಮಾರ್ತೆಯು ಮರಿಯಳು ಒಟ್ಟಾದಾಗ ಆ ಮಗುಗಳು ಮಾತಾಡಿದಂಥ ರೀತಿಯಲ್ಲಿ എന്നെ അവിടെ ഒരു കാന്തശക്തി വലിക്കുന്ന രീതി. ನನ್ನನ್ನು ಆಯಸ್ಕಾಂತ ಅವರ ಮುಖಕ್ಕೆ ಅವ್ರ ಬಳಿಗೆ ಎಳೆಯುವಂತ. പരിശുദ്ധൻ പറഞ്ഞു, ഇപ്പോൾ നീ ദേവാസന്റെ കൂടെ പോകും. ಪರಿಶುದ್ಧಾತ್ಮನ ಹೇಳಿದ್ರು, ಈಗ ಈ ಸೇವಕರ ಜೊತೆ ಹೋಗು. ദേവാസനെ വിളിക്കുകയാണ്. ಸೇವಕರು ನನ್ನ ಕರೀತಾ ಇದ್ದಾರೆ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം പാസ്റ്റർ. ನಾನು ಹೇಳಿದೆ, ನಾನು ಬರ್ತೀನಿ. ಹೋದೆ. പോയ ഉടനെ ಹೋದ ತಕ್ಷಣ അവർ ആ ചർച്ച, വലിയ ചർച്ചിലേക്ക് എന്നെ കൊണ്ടുപോയി. ಆ ದೊಡ್ಡ ಒಂದು ಚರ್ಚಿಗೆ ನಾನು ಕರ್ಕೊಂಡು. സൈഡില് അവർ താമസിക്കുന്ന റൂമുകളാണ്. ಸೈಡಲ್ಲಿ ವಾಸ ಮಾಡುವಂತ ಕೆಲವು ರೂಮ್ಗಳು. ആ ചർച്ചിന്റെ അങ്ങേറ്റത്ത് പോയിട്ട് ಆ ಚರ್ಚಿನ ಆ ಮೂಲೆ ಹೋಗಿ ഒരു 5-6 അടുക്കി വെച്ചിട്ടുണ്ട്. 5-6 ಚಾಪಗಳನ್ನು ಅಡಕಿ ಇಟ್ಟಿದ್ದಾರೆ. അത് കാണിച്ചിട്ട് പറയും, ಅದ ತೋರಿಸ್ಬಿಟ್ಟು ಹೇಳಿದ್ರು, ഇത് ഞാൻ മടക്കാതെ വെച്ചിരിക്കുന്നത് എന്താണെന്നറിയോ എന്ന് ചോദിച്ചു. ಇದು ಮಡಿತೇನೆ ಮಡಗಿರೋದು ಯಾಕೆ ಅಂತ ಗೊತ್ತಾ? എനിക്കറിയില്ല, ನನಗೆ ಗೊತ್ತಿಲ್ಲ. പാസ്റ്റർ ഇവിടെ വരണ്ടെന്ന് പറഞ്ഞിട്ട് ಈ ಪಾಸ್ಟರ್ ಇಲ್ಲಿ ಬರೋದು ಬೇಡ ಅಂತ ಹೇಳಿ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പായ്ക്കത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ನಾನು ಈ ಚಾಪೆ ಮೇಲೆ ಕೂತು ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ പരിശുദ്ധ എന്നോട് പറഞ്ഞു, ಪರಿಶುದ್ಧಾತ್ಮ ನನ್ನ ಹೇಳಿದ್ರು, നാട്ടിൽ നിന്ന് വന്ന ദൈവാസനെ വിളിച്ച് നീ പ്രാർത്ഥിപ്പിക്കണം. ಕೇರಳದಿಂದ ಬಂದಂತ ಸೇವಕರನ್ನ ಕರೆಸಿ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. ആ ഒരു പ്രവാചകനോട് പരിശുദ്ധൻ പറയുന്നു. ಯಾರ ಹತ್ರ ಹೇಳಿದ್ದು? ಪ್ರವಾಚಕನ ಹತ್ರ ಹೇಳಿದ್ದು ದೇವರಾತ್ಮ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. എനിക്ക് ആ പാസ്റ്ററെ മുഖം നോക്കാൻ കഴിഞ്ഞില്ല. ಆ ಪಾಸ್ಟರ್ ಮುಖ ನೋಡಕ್ ನನಗೆ ಆಗಲಿಲ್ಲ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ದೇವರೊಟ್ಟಿಗೆ ಹೇಳಿದೆ, ഇത്രയും വലിയ പ്രവാചകന്റെ ಅಪ್ಪ ಇಷ್ಟು ದೊಡ್ಡ ಪ್ರವಾದಿ ಹತ್ರ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് പറയണമെങ്കിൽ ಕರೆದು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಲಿಕ್ಕೆ ನನ್ನ ಹತ್ರ ದೇವರಾತ್ಮನ ಹೇಳೋದ, നീ ആരാണ് കർത്താവേ? ನೀನ್ ಯಾರಪ್ಪ ನೀನು? ഹല്ലേലൂയ. ಆಮೇಲೆ പ്രവാചകൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ಆ ಪ್ರವಾಚಕನ ಈ ರೀತಿಯಾಗಿ ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು, പാസ്റ്റർ വൈകിട്ട് മീറ്റിംഗ് ഉണ്ട് ഇവിടെ. ಪಾಸ್ಟರ್ ಸಾಯಂಕಾಲ ಇಲ್ಲಿ ಮೀಟಿಂಗ್ ಇದೆ. പാസ്റ്റർ വിളിച്ച് പ്രശ്നം പറഞ്ഞു. ಪಾಸ್ಟರ್ ನೀವು ಸ್ನಾನ ಮಾಡಿ ರೆಡಿಯಾಗಿ ശ്രമിച്ചിട്ട് ರೆಸ್ಟ್ ತಗೊಂಡು ರೆಡಿಯಾಗಿ ഒരു 3 മണിയാകുമ്പോൾ ಒಂದು 3 ಗಂಟೆ ಆದಾಗ ആന്റി പാസ്റ്റർ ആന്റി എന്നോട് പറഞ്ഞു, ಪಾಸ್ಟರ್ ಹೆಂಡತಿ ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು, പാസ്റ്റർ വെള്ളം ചൂടെ കുടിക്കാൻ പറയും. ನೀರು ಬಿಸಿ ಆಗಿದೆ, ಸ್ನಾನ ಮಾಡಿ ಪಾಸ್ಟರ್ ಅಂತ ಹೇಳಿದ್ರು. അവിടെ ഇവിടുത്തെ പോലെ വയനാട് തണുപ്പുള്ള സ്ഥലമാണ്. ವಯನಾಡು ಅಂದ್ರೆ ಇದೇ ರೀತಿಯಾದಂಥ ಕ್ಲೈಮೇಟ್ ಅಲ್ಲಿ അവിടെ ഒരു ചൂടുവെള്ളത്തിലാണ് കുടിക്കുന്നത്. ಅವ್ರು ಯಾವಾಗಲೂ ಬಿಸಿನೀರಲ್ಲಿ ಸ್ನಾನ ಮಾಡೋದು. ഞാൻ ചൂടുവെള്ളത്തിൽ കുടിച്ചു. ನಾನು ಬಿಸಿನೀರಲ್ಲಿ ಸ್ನಾನ ಮಾಡಿದೆ. കുടിച്ചിട്ട് ഇങ്ങ് വരുമ്പോൾ ಸ್ನಾನ ಮಾಡಿ ಬರುವಾಗ ഏകദേശം ഒരു 40 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സിസ്റ്റർ. ಹೆಚ್ಚು ಕಮ್ಮಿ ಒಂದು 40 ವರ್ಷ ಇರುವಂತ ಪ್ರಾಯ ಇರುವಂತ ಒಂದು ಸ್ತ್ರೀ, 45 പ്രായം തോന്നിക്കും. 40-45 ವರ್ಷ ಇರುವಂತ ಒಂದು ಸಿಸ್ಟರ್, ഒരു 25-28 വയസ്സ് തോന്നിക്കുന്ന ഒരു ബ്രദർ. ಒಂದು 28 ವಯಸ್ಸಿರುವಂತ ಒಬ್ಬ ಬ್ರದರ್. ഈ ബ്രദറിനെ കാണുമ്പോൾ നല്ല ഏകദേശം ഈ ബ്രദറിന്റെ അതേ കട്ടാണ്. ಹೆಚ್ಚು ಕಡಿಮೆ ಈ ಬ್ರದರ್ ಮಹೇಂದ್ರ ಬ್ರದರ್ ತರ ಇದ್ರು ಆ ಹುಡುಗ. അവര് പ്രാർത്ഥിക്കാൻ വന്നവരാന്ന് തോന്നുന്നത്. ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆಗಾಗಿ ಬಂದಿದ್ದು ಅಂತ ಕಾಣುತ್ತೆ. അവരെന്നെ കണ്ടിട്ട് പാസ്റ്റർ പ്രൈസിലോടും. ಅವ್ರು ನಾನು ಕಂಡಾಗ ಪಾಸ್ಟರ್ ಪ್ರೈಸಲೋಡೋದು. ഞാൻ പ്രൈസിലോട്ട് ഞാൻ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. ನಾನು ಅವ್ರ ಪ್ರೈಸಲೋಡ್ ಹೇಳಿದಾಗ ನಾನು ಅಷ್ಟು ಮೈಂಡ್ ಮಾಡಿಲ್ಲ. പരിശുദ്ധനോട് വീണ്ടും പറയുന്നു, ಪರಿಶುದ್ಧಾತ್ಮ ನನ್ನೊಟ್ಟಿಗೆ ಪುನಃ ಹೇಳ್ತಾ ಇದೆ, പ്രാർത്ഥനയിലിരിക്കുക, ಪ್ರಾರ್ಥನೆ ಕೂರು. ഞാൻ അവിടെ പോയിട്ട് മുട്ടുമടക്കി വീണ്ടും ನಾನು ಪುನಃ ಮೊಣಕಾಲಲ್ಲಿ ಕೂತೆ. അതേ പായ്ക്കകത്ത് തന്നെ ಅದೇ ಚಾಪೆಲ್ ನಾನು ಮೊಣಕಾಲಲ್ಲಿ ಕೂತೆ. 5:30 പാസ്റ്റർ വന്ന് വിളിച്ചു. 5:30 ಆದಾಗ ಪಾಸ್ಟರ್ ಬಂದು ಕರೆದ್ರು. എനിക്ക് ചായയൊക്കെ തന്നു. ನನಗೆ ಟೀ ಎಲ್ಲ ಕೊಟ್ಟರು. 6 മണിക്ക് പ്രാർത്ഥന തുടങ്ങാൻ പോകുന്നു. 6 ಗಂಟೆಗೆ ಪ್ರಾರ್ಥನೆ ಸ್ಟಾರ್ಟ್. അവിടെ ഒരു വലിയ കൂട്ടം കൂടി. ಅಲ್ಲೂ ಒಂದು ದೊಡ್ಡ ಗುಂಪು ಅಲ್ಲಿ ಜನ ಸೇರ್ತರು. കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ಆ ರೀತಿಯಾಗಿ ಕೂಡಿದಂಥ ಸಮಯದಲ್ಲಿ പാട്ട് പാടി പ്രാർത്ഥിച്ചു. ಇದೇ ರೀತಿಯಾಗಿ ಹಾಡು ಹೇಳಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. എന്നോട് പറഞ്ഞു ശുശ്രൂഷിക്കാൻ പറഞ്ഞു. ನನ್ನ ಹತ್ರ ಹೇಳಿದ್ರು, ಸೇವೆ ಮಾಡಿ ಅಂತ ಹೇಳಿದ್ರು. എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അവിടെ ನನಗೆ ಪ್ರಸಂಗ ಮಾಡಕ್ಕೆ ಅಲ್ಲೂ ಆಗ್ತಾ ಇಲ್ಲ. പെട്ടെന്ന് ತಕ್ಷಣ
ഈ 40 ವಯಸ್സുള്ള ಸಿಸ್ಟರ್ ചില കാര്യം പറയാൻ പറയും. 40 ವರ್ಷ ಇರುವಂತ ಸ್ತ್ರೀಯಟ್ಟಿಗೆ ಕೆಲವು ವಿಷಯಗಳನ್ನ ಹೇಳ್ಬೇಕು ಅಂತ ದೇವರ പറഞ്ഞിട്ട് പാസ്റ്റർ അടുത്ത് പോയിട്ട് പറഞ്ഞു, ಆ ಸಿಸ್ಟರ್ ಹತ್ರ ಹೋಗಿ ಹೇಳಿದೆ, എന്റെ കുടുംബം മരിക്കേണ്ട കുടുംബമല്ല, ನಿನ್ನ ಕುಟುಂಬ ಸಾಯ್ಲಿಕ್ಕಿರುವಂತ ಕುಟುಂಬ ಅಲ್ಲ, മരിക്കാൻ വേണ്ടി വിഷം വരെ മേടിച്ചു വെച്ചിരിക്കുന്നല്ലേ, ಸಾಯ್ಲಿಕ್ಕೆ ವಿಷದ ಬಾಟ್ಲು ಕೂಡ ತೆಗೆದಿಟ್ಟಿರೋ ಕುಟುಂಬ ಅಲ್ವಾ ನಿಮ್ದು ಕುಟುಂಬ? കുടുംബമായിട്ട് മരിക്കാൻ തീരുമാനിച്ചിരിക്കുക. ಕುಟುಂಬವಾಗಿ ನೀವು ಸಾಯ್ಲಿಕ್ಕೆ ಸಿದ್ಧ ಆಗಿದ್ರಿ ಅಲ್ವಾ? മരിക്കാനല്ല, ನೀನು ಸಾಯ್ಲಿಕ್ಕಲ್ಲ, ദൈവ വചനത്തിന്റെ വാളെടുത്ത് ശുശ്രൂഷിക്കാൻ ദൈവം ದೇವರ ವಾಕ್ಯವನ್ನ ತೆಗೆದು ಸುವಾರ್ತೆ ಸಾರ್ಲಿಕ್ಕಿರುವಂತ ಕುಟುಂಬ. പെട്ടെന്ന് പേര് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ಅವರು ತಕ್ಷಣ ಗೋಳಾಡಿದ್ರು, ಹತ್ರು. ആ ബ്രദർ പൊട്ടിക്കരയാൻ തുടങ്ങി. ಆ ಬ್ರದರು ಕೂಡ ಅಳ್ತಾ ಇದ್ದಾರೆ. 2 മക്കളുണ്ട്, 2 ಮಕ್ಕಳಿದ್ದಾವೆ, അവര് പൊട്ടിക്കരയാൻ തുടങ്ങി. ಅವರು ಕೂಡ ಅಳ್ತಾ ಇದ್ದಾರೆ. അന്ന് ഈ പ്രാർത്ഥന നടന്നില്ലെങ്കിൽ ಅವತ್ತು ಈ ಪ್ರಾರ್ಥನೆ ನಡಿದೇನೆ ಹೋಗಿದ್ರೆ 4 പേര് മരിക്കും. ಅವ್ರು 4 ಜನ ಮರಣ ಪಡ್ತಾ ಇದ್ರು. ಆಮೇಲೆ പാസ്റ്റർ പ്രവാചകനെ പോലും അന്തിച്ചു പോയി. ಅಲ್ಲಿರುವಂತ ಸಭಾಪಾಲಕರು, ಪ್ರವಾದಿ, ಅವರು ಕೂಡ ಅತಿಶಯ ಪಟ್ರು. ഇരുന്നവരെല്ലാം ആർക്കും ഇത് പിടിയിട്ടില്ലായിരുന്നു. ಅಲ್ಲಿರುವವ್ರಿಗೆ ಯಾರಿಗೂ ಇದು ಅರ್ಥ ಆಗ್ಲಿಲ್ಲ. ഈ ശിശുക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ಆ ಸಿಟ್ಟಿಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. പ്രാർത്ഥിച്ച ഉടനെ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ತಕ್ಷಣ ഇവർ ഒരു 20-25 വയസ്സ് പ്രായം പോലെ ಇವರೊಂದು 45 ವರ್ಷ ಇರುವಂತ ಸ್ತ್ರೀ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ ತಕ್ಷಣ 25 ವರ್ಷ ಸ್ತ್ರೀ ರೀತಿಯಾಗಿ ಆದ್ರು. അവരെ ആ മാരവ മാറിപ്പോയി. ಆ ಭಾರ ಅವ್ರನ್ನ ಬಿಟ್ಟು ಹೋಯ್ತು. അത് ഈ ബ്രദറിന്റെ ഭാര്യ. ಇದು ಆ ಬ್ರದರ್ನ ಹೆಂಡತಿ ಆಗಿದ್ರು. കണ്ടാ പറയത്തില്ല, ನೋಡಿದ್ರೆ ಅದು ಹೇಳ್ತೇ ഞാൻ വിചാരിച്ച മകനായിരിക്കും. ನಾನ್ ತಿಳ್ಕೊಂಡಿದ್ದೆ ಅವ್ರ ಮಗ ಅಂತ ತಿಳ್ಕೊಂಡಿದ್ದೆ. അത്രയും ഭാരമാണ് അവരെ. ಅಷ್ಟು ಭಾರ ಅವರನ್ನು ಹೊತ್ಕೊಂಡಿತ್ತು. ഈ ബ്രദറിനോട് പറഞ്ഞു, ಈ ಬ್ರದರ್ ಹತ್ರ ಹೇಳಿದೆ, നീ അടുത്ത സ്റ്റേറ്റിൽ, ഇവിടെയല്ല അടുത്ത സ്റ്റേറ്റിൽ സൂക്ഷിക്കും. ನಾನು ಹೇಳಿದೆ, ಇವ್ರಿಗೆ ಒಂದು ಆಲೋಚನೆ ಹೇಳಿದೆ, ಈ ಸ್ಟೇಟ್ ಅಲ್ಲ, ಹತ್ರದ ಸ್ಟೇಟ್ಗೆ ನೀನು ಸುವಾರ್ತೆಯಾಗಿ ನೀನು ಹೋಗ್ತೀಯ. മെയിൻ ശുശ്രൂഷ അവരുടായിരുന്നു. ಅವತ್ತಿನ ಸೇವೆ ಅವ್ರು ಆ ಕುಟುಂಬಕ್ಕೋಸ್ಕರ ಆಗಿತ್ತು. ഇത് കഴിഞ്ഞപ്പോൾ, ಇದು ಕಳೆದ ಮೇಲೆ, ഇത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, ಇದು ಕಳೆದು ನಿಂತಿರುವಂತ ಸಮಯದಲ್ಲಿ അവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യായി. ಇದಾದ್ಮೇಲೆ ಬಹಳ ಒಂದು ಬೆಲೆ ಕೊಟ್ಟರು. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ಅಲ್ಲಿ ಪ್ರಾರ್ಥಿಸುವ ಒಂದು ಕುಟುಂಬ, അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാർ, ಅಲ್ಲಿ ತುಂಬಾ ವ್ಯಾಪಾರ ಮಾಡುವಂತ ಕುಟುಂಬ. രാവിലെ എന്റെ വീട്ടിൽ നിന്ന് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയും. ಬೆಳಿಗ್ಗೆ ಬಂದು ನಮ್ಮನೆ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಬೇಕು ಅಂತ ಹೇಳು. ഞാൻ അവിടെ പോയി, ಅಲ್ಲಿ ಹೋದೆ, പോയിട്ട് പ്രാർത്ഥിച്ചു. ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ, എനിക്ക് അവിടെ കാപ്പിയൊക്കെ അവർ തന്നു. ಅಲ್ಲಿ ಕಾಪಿ ಎಲ್ಲ ಕೊಟ್ಟರು. എന്നിട്ട് ഞാൻ കടയിൽ കൂടെ ഒന്ന് പോയി പ്രാർത്ഥിക്കണം. ನಮ್ಮ ಅಂಗಡಿಗೆ ಬಂದು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಬೇಕು ಅಂತ ಹೇಳಿ. കടയിൽ എന്താ സ്റ്റാഫ് ഉണ്ടെന്ന് പറയും. ಕಡೆಯಲ್ಲಿ ಅಲ್ಲಿ ಅಂಗಡಿಲಿ ಏನೋ ಸ್ಟಾಕ್ ಇದೆ ಅಂತ ಹೇಳಿ, അവരെ ജോലിക്കാരുണ്ടെന്ന് പറയും. ಅಲ್ಲಿ ಕೆಲಸದವರಿದ್ದಾರೆ ಅಂತ ಹೇಳಿದ್ರು. ഞാൻ കടയിൽ പോയി പ്രാർത്ഥിച്ചു. ಅಂಗಡಿಗೆ ಹೋಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರು. എനിക്ക് ചെറിയൊരു ഒരു പൊതി എനിക്ക് തന്നു. ನನಗೊಂದು ಕವರ್ ಒಂದು ಇದು ಕೊಟ್ರು. മുതലാളി കൊടുക്കാൻ പറയാൻ തോന്നുന്നു. ಅವ್ರೇನೋ ಅವ್ರ ಸೌಕರ್ಯ ಕೊಡಕ್ಕೆ ಹೇಳಿದ್ರು ಅಂತ ಕಾಣುತ್ತೆ. ഞാൻ പോക്കറ്റ് നോക്കിയപ്പോൾ, ನಾನು ಪ್ಯಾಕೆಟ್ ನೋಡಿದಾಗ എന്റെ പോക്കറ്റ് നിറച്ച പൈസ, ನನ್ನ ಜೋಬ್ ತುಂಬಾ ಹಣ, പകുതി വണ്ടിക്കൂലി എടുത്തുകൊണ്ട് ഇറങ്ങിയത്. ಅರ್ಧ ಬಸ್ ಚಾರ್ಜ್ ತಗೊಂಡು ಮನೆ ಬಿಟ್ಟದ್ದು ನಾನು. തന്നെയുമല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, ചില നാളുകൾ കഴിഞ്ഞു, ചില വർഷങ്ങൾ കഴിഞ്ഞു, ಕೆಲವು ವರ್ಷಗಳು ಕಳೆದು പയ്യന്നൂരുടെ സ്ഥലത്ത്, പയ്യന്നൂരില് ಪಯ್ಯನ್ನೂರು ಅಂತ കണ്ണൂർ ഒരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ಕಣ್ಣೂರು ಎಂಬ ಸ್ಥಳದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಒಂದು ಫೋನ್ ಬರ್ತಾ ಇದೆ. പാസ്റ്റർ പ്രൈസ് ലോർഡ് എന്ന് പറയും. ಪಾಸ್ಟ್ರೇ ಪ್ರೈಸ್ ಲಾರ್ಡ್ ഞാൻ ಅಂತ. പ്രൈസ് ലോർഡ്. എന്നെ മനസ്സിലായോ പാസ്റ്റർ? ನನ್ನ ಗೊತ್ತಾಯ್ತಾ ಪಾಸ್ಟ್ರೇ ಅಂತ? ಇಲ್ಲ, ഞാനാണ് ജോസ് പാസ്റ്റർ. ನಾನು ಜೋಸ್ ಪಾಸ್ಟ್ರ್. ഞാൻ പണ്ട് ಆತ್ಮಹತ್ಯೆ ചെയ്യുന്ന ഒരു കുടുംബം ഉണ്ടല്ലോ, ಮೊದಲು ಆತ್ಮಹತ್ಯೆ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದಂತ ಒಂದು ಕುಟುಂಬ ಇದೆ. തോന്നുന്നു പറഞ്ഞില്ലേ, ಒಂದು ಆಲೋಚನೆ ಹೇಳಿದ್ನಲ್ಲ, അത് ഞാനാണ്. ಅಲ್ಲಿ ಅದು ಪ್ರೇಯರ್ ಮಾಡಿದ ಹೋದಾಗ ಆಲೋಚನೆ ಹೇಳಿದ್ರೆ ಆ ಕುಟುಂಬ ನಾನು. ഇപ്പൊ ശുശ്രൂഷയിലാണ്, ನಾನು ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದೀನಿ ಈಗ ബാംഗ്ലൂരിലാണ്. ಬ್ಯಾಂಗ್ಳೂರ್. ഡോക്ടറുടെ സ്ഥാപനം, ഡോക്ടർ നടത്തുന്ന ഒരു സംഘടന, ಒಂದು ಡಾಕ್ಟರ್ ನಡೆಸುವಂತ ಒಂದು ಸಂಘಟನೆ, അതിൽ പാസ്റ്ററായിട്ട് ഒരു കുടുംബമായിട്ട് അവിടെ നിൽക്കുന്നു. ಅದು ಪಾಸ್ಟರ್ ಆಗಿ ಸೇವಕರಾಗಿ ಅಲ್ಲಿ ಅವ್ರ ಕುಟುಂಬವಾಗಿ ನಿಂತಿದ್ದಾರೆ. എല്ലാ മാസവും കൂടെ 3 ദിവസം മീറ്റിംഗ് നടക്കുന്നു. ಎಲ್ಲ ತಿಂಗಳಲ್ಲಿ 3 ದಿವಸ ಪ್ರಾರ್ಥನೆ നാട്ടിൽ ನಡೀತಿದೆ. നിന്ന് പ്രഗത്ഭരെ ദേവസ്മാരെ കൊണ്ട് ഇവിടെ സൂക്ഷിപ്പിക്കുന്നത്. ಕೇರಳದಲ್ಲಿರುವಂತ ದೊಡ್ಡ ದೊಡ್ಡ ಪಾಸ್ಟರ್ಗಳನ್ನೆಲ್ಲ ತಗೊಂಡೋಗಿ ಸೇವೆ ಮಾಡ್ತಾ ಇದ್ದಾರೆ. ഇന്ന ഡേറ്റിന് പാസ്റ്റർ ഇവിടെ വരണം. ನೆಕ್ಸ್ಟ್ ಇಂಥ ಡೇಟ್ಗೆ ನೀವು ಇಲ್ಲಿ ಬರಬೇಕು. ഞാനങ്ങ് അതിശയിച്ചു പോയി. ನಾನು ಅತಿಶಯಪಟ್ಟು ಹೋದೆ. അവർ പറഞ്ഞു, ഞാൻ ബാംഗ്ലൂർ പോയി. ನಾನು ಬೆಂಗಳೂರು ಹೋದೆ. എനിക്ക് അവിടെ നിന്ന് ഇത്ര ബസ് സ്റ്റാൻഡിൽ പോയി. ನಾನು ಹೋದೆ ಬೆಂಗಳೂರಿಗೆ, ಸಿಟಿಗೆ ಹೋದೆ ನಾನು. അവരവിടെ കാറുമായിട്ട് തന്നെ കൊണ്ടുപോയി. ನನ್ನ ಕಾರು ತಂದು ಅಲ್ಲಿ ಮೆಜೆಸ್ಟಿಕ್ ಅಂತ ಕರ್ಕೊಂಡು ಹೋದ್ರು. ഡോക്ടറുടെ കാറായിരുന്നു. ಅದು ಡಾಕ್ಟರ್ ಕಾರ್ ಆಗಿತ್ತು. അവിടെ കൊണ്ടുപോയി ಅಲ್ಲಿ ತಗೊಂಡೋದ್ರು. ഒരു കൊട്ടാരം പോലത്തെ ആ വീട്ടിനകത്ത് പ്രാർത്ഥിക്കാൻ നിൽക്കുന്നു. ಒಂದು ದೊಡ್ಡ ಬಂಗ್ಲಿ ತರ ಇರುವಂತ ಮನೆಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ದೇವ್ರು ಸಹಾಯ ಮಾಡಿದ್ರು. ഈ മരിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, ನೋಡಿ, ಸಾಯಲಿಕ್ಕಿರುವಂತ ಈ ಮಕ್ಕಳಿದ್ರಲ್ಲ, പ്രവചിക്കുകയാണ്. ಅವರು ಪ್ರವಾದಿಗಳಾಗಿದ್ದಾರೆ ಈಗ. ಅಮ್ಮೆ ഹല്ലേലൂയ. ಅಮ್ಮೆ, എന്തൊരു അത്ഭുതം. ಏನ್ ಅದ್ಭುತ ಅಲ್ವಾ ದೇವ್ರು. അതാ പറഞ്ഞത്, ഞാൻ തന്നെ ഒരു അത്ഭുതമാണ്. ಅದೇ ಹೇಳಿದ್ದು, ನಾನೇ ಒಂದು ಅದ್ಭುತ.
നിങ്ങളൊരു അത്ഭുതമാണ്. ನೀವೇ ಒಂದು ಅದ್ಭುತ. നിങ്ങളുടെ വീട്ടിലെ കഞ്ഞി വെച്ചാലും ನಿಮ್ಮ ಮನೇಲಿ ಗಂಜಿ ಕುಡಿದ್ರು, കഞ്ഞി വെച്ചില്ലെങ്കിലും ಗಂಜಿ ಮಾಡದನೇ ಇದ್ರು, ಆ ಮಾಡದನೇ ಇದ್ರು. സമയമാകുമ്പോൾ നിങ്ങൾ ആഹാരം കഴിച്ചിരിക്കും. ಆ ಟೈಮ್ ಆಗಿರುವಾಗ ನೀವು ಆಹಾರ ತಿಂದಿರ್ತೀರ. അതെന്റെ ദൈവത്തിന്റെ പ്രത്യേകതയാണ്. ಅದಾಗಿದೆ ನನ್ನ ದೇವರ ಅದ್ಭುತ. അങ്ങനെ നടക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നെ മാത്രം കർത്താവിൽ നോക്കിയാൽ പോരാ, ನನ್ನನ್ನು ಮಾತ್ರ ಕರ್ತನ ನೋಡೋದು ಸಾಕು. ഇന്ത്യയെ നോക്കണം, ಇಂಡಿಯನ್ ನೋಡ್ಬೇಕು, ചൈനയെ നോക്കണം, ಚೈನಾ ನೋಡ್ಬೇಕು, എല്ലാ രാജ്യത്തെ നോക്കണം. ಎಲ್ಲ ರಾಜ್ಯವನ್ನು ದೇವರು അവിടെയൊക്കെ ನೋಡ್ಬೇಕು. ഭക്തന്മാരുണ്ട്. ಅಲ್ಲೆಲ್ಲರೂ ಭಕ್ತರಿದ್ದಾರೆ. പക്ഷെ എന്റെ കണ്ണുനീര് ഈ അവസ്ഥ വരുമ്പോൾ ನನ್ನ ಕಣ್ಣೀರು ಈ ಅವಸ್ಥೆ ಬರುವಾಗ എന്റെ വീട്ടിലൊന്നും കാര്യം ചെയ്യാൻ പോകും. ನನ್ನ ಮನೇಲೂ ದೇವರು ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. നിങ്ങളുടെ വീട്ടിലൊന്നും കാര്യം ചെയ്യുക. ನಿಮ್ಮ ಮನೇಲೂ ಕೂಡ ದೇವರು ಕಾರ್ಯ ಮಾಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಿದ್ದಾರೆ. ഞാൻ ഇന്ന് കൊതിക്കുന്നു ಇವತ್ತು ನಾನು ಆಸೆ ಪಡ್ತಾ ആ ಇದ್ದೀನಿ, ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ. ಆ ಒಂದು ಆತ್ಮಿಕವಾದ ರೀತಿಯಲ್ಲಿ ನೀವು ನಡೆಯುವುದು. അതിന് ദൈവം പറയും, കർത്താവ് പറയും, നിങ്ങളുടെ ഇടയിലാ ദൈവരാജ്യം. ಕರ್ತನು ಹೇಳ್ತಾರೆ, ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ದೇವರ ರಾಜ್ಯ, അവിടെ ഒരു കുറവും വരത്തില്ല. ಅಲ್ಲಿ ಯಾವ ಕೊರತೆನೂ ಬರೋಲ್ಲ. ഹല്ലേലൂയ. ಆಮೆನ್. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ನಾನು ಹೇಳ ದೇವ್ರ ಮಕ್ಳೇ, നമ്മുടെ ശരീരത്തെ നോക്കി ഈ ശരീരം അത്ഭുതം. ನಮ್ಮ ಶರೀರ ನೋಡ್ರಿ, ನಮ್ಮ ಶರೀರನೇ ಒಂದು ಅದ್ಭುತ. നമ്മുടെ മക്കളെ നോക്കിയാൽ മക്കളൊരു അത്ഭുതം. ನಮ್ಮ ಮಕ್ಕಳು ನೋಡ್ರಿ, ನಮ್ಮ ಮಕ್ಕಳೇ ಒಂದು ಅದ್ಭುತ. നമ്മളെ നടത്തിയത് നോക്കിയാൽ അതൊരു അത്ഭുതം. ನಮ್ಮ ನಡೆಸಿದಂತ ದಿನಗಳನ್ನ ಎನ್ಸ್ರಿ, ಅದೇ ಒಂದು ಅದ್ಭುತ. നമ്മൾ ഇടുന്ന ഡ്രസ് നോക്കിയാൽ അതൊരു അത്ഭുതം. ನಾವು ಹಾಕೋ ಡ್ರೆಸ್ ನೋಡ್ರಿ, ಅದೇ ಒಂದು ಅದ್ಭುತ. ಕಾರಣ എന്റെ എൻഗേജ്മെന്റിന് ನನ್ನ ಎಂಗೇಜ್ಮೆಂಟ್ಗೆ ഷർട്ട് ഇല്ലാതെ ഒരു കീറിയ ഷർട്ടാണ് ഞാൻ ഇട്ടിട്ട് തുന്നി. ಎಂಗೇಜ್ಮೆಂಟ್ಗೆ ನಾನು ಹೋಗಿದ್ದು ಸರ್ಟ್ ಇಲ್ದೇನೆ ಒಂದು ಹರಿದಿದ್ದ ಸರ್ಟ ಹಿಂದ್ಗಡೆ ಹೊಲ್ಕೊಂಡು ನಾನು ಹೋಗಿದ್ದು ಎಂಗೇಜ್ಮೆಂಟ್ಗೆ. ഞാൻ വിചാരിച്ചു ನಾನು ತಿಳ್ಕೊಂಡೆ, പുറം കാണിക്കാതെ മറങ്ങി എന്നാ മതി എന്ന്. ನಾನು ಬೆನ್ನು ತೋರಿಸಬಾರ್ದು, ಮರೆಯಾಗಿ ನಿಂತ್ಕೊಳ್ಳೋಣ ಅಂತ ಮಾಡಿದೆ. എന്റെ ബുദ്ധിയിൽ അവിടെ ഒതുങ്ങിയില്ല. ನನ್ನ ಬುದ್ಧಿಗೆ ಅದು ಅಡಗಲಿಲ್ಲ. അവരെല്ലാം കണ്ടുപിടിച്ചു. ಎಲ್ಲರೂ ಕಂಡಿಡಿದ್ರು. കല്യാണം കഴിഞ്ഞപ്പോൾ വലുതായത് പറയുന്നത് എന്നോട്. ಮದುವೆ ಆದ್ಮೇಲೆ ನನ್ನ ಹೆಂಡತಿ ನನ್ನ ಹತ್ರ ಹೇಳೋದು, അവിടെ ചർച്ച ഉണ്ടായിരുന്നു, ಅಲ್ಲೊಂದು ಚರ್ಚೆ ಇತ್ತು. അങ്ങനെയാണ് അവര് സംസാരിച്ചത്. ಓ, ಅಲ್ಲೊಂದು ಚರ್ಚೆ ಮಾಡಿದ್ರು ಅವರು, ಈ ತರ ಹುಡುಗ ಬಂದಲ್ಲ ಅಂತ ಒಂದು ಚರ್ಚೆ ಇತ್ತಲ್ಲ. അതുകൊണ്ട് ഞാൻ ഇന്ന് നോക്കുമ്പോൾ ಅದರಿಂದ ಇವತ್ತು ನಾನು ನೋಡುವಾಗ ഞാൻ ഡ്രസ് ഒരു അത്ഭുതമാണ്. ನನ್ನ ಡ್ರೆಸ್ಸೇ ಒಂದು ಅದ್ಭುತ. ഈ കൊച്ചിന്റെ പ്രായത്തിലൊക്കെ, ഇരിക്കുന്ന കൊച്ചിന്റെ പ്രായത്തിലൊക്കെ ಇಲ್ಲಿದ್ದಲ್ಲ ಇವಳು ತಂಗಿ, ಆ ಪ್ರಾಯದಲ್ಲಿ ആഹാരം കഴിക്കാൻ കൊതിച്ചുണ്ട്. ಆಹಾರ ತಿನ್ನಕ್ಕೆ ನಾನು ಆಸೆ ಪಡ್ತಾ ಇದ್ದೆ. കാട്ടിൽ പോയി ഒരു കായ് പറിച്ചു തിന്നു. ಕಾಡಲ್ಲಿ ಹೋಗಿ ಅಂಥದ್ದು ಒಂದು ಕಾಯಿ ತಿಂತ ಇದ್ದೆ. ಹೊಟ್ಟೆ കറ പൊട്ടിട്ട് എനിക്ക് ശ്വാസം പോവാതെ ಅದ್ರ ಕರ ಇಲ್ಲ, ಕರೆ ಎಂಟ್ಕೊಬಿಟ್ಟು ಉಸಿರಾಡಕ್ಕೆ ಆಗ್ತಿತ್ತಿಲ್ಲ. ഞാൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഒരു അത്ഭുതം. ನಾನಿವತ್ತು ಊಟ ಮಾಡುವಂತ ಊಟ ಅದ್ಭುತವಾದಂತ ಊಟ. ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നത് ഒരു അത്ഭുതം. ನಾನು ಜೀವಿಸುತ್ತಿರೋದೇ ಒಂದು ಅದ್ಭುತ. എത്ര ആക്സിഡന്റ്, ಎಷ್ಟು ಆಕ್ಸಿಡೆಂಟ್ಗಳು ಬಂತು. ഹല്ലേലൂയ. ദൈവ സ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാന ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനായി ജീവിതം പോരാ. സ്നേഹം വർണ്ണിച്ചിടാ, വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനായി ജീവിതം പോരാ. ഞങ്ങള് കാസർഗോഡ് ഒരു മലയുടെ മുകളിൽ താമസിക്കേണ്ട ഗതിയുണ്ട്. ಕಾಸರಗೋಡಿನಲ್ಲಿ ಒಂದು ಬೆಟ್ಟದ ಮೇಲೆ ವಾಸ ಮಾಡುವಂತ ഫോറസ്റ്റ് എല്ലാം തകർന്ന തരിപ്പണമായി. ಎಲ್ಲ ನಷ್ಟಪಟ್ಟೋಯ್ತು. ಫಾರೆಸ್ಟ್ನ ಮಧ್ಯದಲ್ಲಿ ವಾಸ ಮಾಡುವಂತ ದಿನಗಳು ನನ್ನ അമ്മയുടെ ಜೊತೆ. അപ്പന്റെ ഒക്കെ ബന്ധുക്കാരെല്ലാം നല്ല പൈസക്കാരെല്ലാം. ನಮ್ಮ ತಂದೆ ತಾಯಿಗಳ ಎಲ್ಲ ಸಹೋದರರು ಬಂಧುಗಳೆಲ್ಲ ತುಂಬಾ ಶ್ರೀಮಂತರು. ഞങ്ങളുടെ വീട് മാത്രം തകർന്നു. ನಮ್ಮ ಮನೆ ನಷ್ಟಪಟ್ಟು. അതാണ് ഞങ്ങൾ ഈ തരം ആകാൻ കാരണം. ಅದಾಗಿದೆ ನಾವು ಈ ತರ ಆಗ್ಲಿಕ್ಕೆ ಕಾರಣ. അപ്പൻ നല്ലോണം വെള്ളോടിക്ക് വരും. ತಂದೆ ಬಹಳ ಡ್ರಿಂಕ್ಸ್ ಮಾಡ್ತಾರೆ. ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു.
ಅದರಿಂದ ಎಲ್ಲ ಇದ್ದಿದ್ದೆಲ್ಲ ನಷ್ಟಪಟ್ಟು നാട്ടിൽ നിന്ന് ബന്ധുക്കാർ വന്നു. ಕೇರಳದಿಂದ ಕಾಸರಗೋಡು ನೆಂಟರುಗಳೆಲ್ಲ ಬಂತು. എല്ലാവരും ഒരു കുടുംബം, അമ്മേരെ അനിയത്തിരെ കുടുംബം, ಅಮ್ಮನ ಕುಟುಂಬದವರೆಲ್ಲ ಬಂತು ನೋಡಿದ್ರು. അവരൊന്നും ഞങ്ങളടുത്ത് ഭയങ്കര കാര്യമൊക്കെ. ಅವರೆಲ್ಲ ಬಂದ್ರು, ನಮ್ಮನ್ನು ತುಂಬಾ ಪ್ರೀತಿ ಮಾಡಿದ್ರು. അവരൊന്ന് നാട്ടിൽ വരുമ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാതിരിക്കല്ലേ. ಊರಿಂದ ಬರುವಾಗ ನಮ್ಮ ಮನೇಲಿ ಒಂದ್ ದಿವಸ ನಿಲ್ದೇನೆ ಹೋಗ್ತಿತ್ತಿಲ್ಲ ಅವ್ರು. ഞാൻ നാട്ടിൽ പോയപ്പോൾ ಕೇರಳ ಹೋದಾಗ അവളെന്റെ ചേച്ചിയാണ്, അമ്മയുടെ അനിയത്തിലെ മോളാണ്. ನಮ್ಮ ತಾಯಿಯ ತಂಗಿಯ ಮಗಳಾಗಿದ್ರು. ഞാൻ ആ വീട്ടിൽ പോയി. ಆ ಮನೆಗೆ ಹೋದೆ. അവിടെ പോയപ്പോൾ അവളെ എനിക്ക് കൈ കൊണ്ട് കൊടുക്കാൻ തന്നു. ಅವ್ರು ಅಲ್ಲಿ ಹೋದಾಗ ಶರ್ಟ್ ಕೊಟ್ಟರು. ഷർട്ട് കൊണ്ട് തന്നു. ನಮ್ಮ ಬಾವಂತು ಶರ್ಟು ಪಂಚೆ ಎಲ್ಲ ನನಗೆ ಕೊಟ್ಟರು. വൈശേഷം എല്ലാം ചോദിച്ചു, ಕೇಳಿದ್ರು, ವಿಶೇಷ ಎಲ್ಲ ಕೇಳಿದ್ರು. കുറച്ച് കഴിയപ്പോൾ പറഞ്ഞു, ಸ್ವಲ್ಪ ಕಳೆದ್ಮೇಲೆ ಹೇಳಿದ್ರು 5 മണിക്ക് ഇപ്പൊ ബസ്സുണ്ട്, ലാസ്റ്റ് ബസ്സാണ്. 5 ಗಂಟೆಗೆ ಒಂದು ಲಾಸ್ಟ್ ಬಸ್ ಐತೆ, പിന്നെ ബസ്സില്ല. ಮತ್ತೆ ಬಸ್ ಇಲ್ಲ. അതുകൊണ്ട് അതിന് പോയാൽ നല്ലതാ, ഇവിടെ ഇരുന്നാ ബോറടിക്കും. ಅದರಿಂದ ಆ ಬಸ್ಗೆ ಹೋಗ್ಬಿಡು ನೀನು, ಇಲ್ಲಿದ್ರೆ ನಿನ್ಗೆ ಬೋರ್ ಆಯ್ತದೆ ಅಂತ ಹೇಳಿದ್ರು. ഇതാണ് മനുഷ്യന്റെ സ്നേഹം. ಇದಾಗಿದೆ ಮನಸ್ಸಿನ ಪ್ರೀತಿ, ബന്ധുവിന്റെ ബന്ധുക്കാരുടെ സ്നേഹം. ಇದಾಗಿದೆ ಬಂಧುಗಳ ನೆಂಟರ ಪ್ರೀತಿ, ಇದಾಗಿದೆ. ഞാൻ പുറമെ ചിരിച്ചു. ನಾನು ಹೊರಗಡೆ ನಗಾಡ್ದೆ. ശരിയാണ്, ഞാൻ പോകാൻ ചേച്ചി. ಆಯ್ತು ನಗಾಡ್ದೆ, ನಾನು ಹೋಗ್ತೀನಿ ಅಂತ ಹೇಳಿದೆ. ഞാൻ ಆ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബസ് സ്റ്റോಪ್ വരെ കഴിഞ്ഞു. ಆದ್ರೆ ನಗಾಡ್ಕೊಂಡು ಅಲ್ಲಿಂದ ಬಂದೆ. ಹೊರಗಡೆ ಹೋದ್ಮೇಲೆ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಗಂಟು ನಾನು ಕಣ್ಣೀರು ಇಟ್ಕೊಂಡು ಹೋದೆ. ബസ് സ്റ്റോപ്പ് വരെ ಬಸ್ ಸ್ಟ್ಯಾಂಡ್ ಗಂಟ ആ ബസ്സിൽ വന്ന് ഞാൻ ഇറങ്ങി. ಆ ಬಸ್ಸಲ್ಲಿ ಬಂದು ಇಳಿದೆ. സമയം വൈകിട്ടായി. ತುಂಬಾ ಕತ್ಲೆ ಆಯ್ತು. ഞങ്ങളുടെ വീട്ടിൽ ഇവരൊക്കെ വന്നിട്ടുണ്ട്. ಇವ್ರ ಮನೆಗೆ ನಾನು ಜೈಸಿ ಎಲ್ಲ ಹೋಗಿದ್ವಿ. അന്ന് ആ വീട് സ്ഥലമൊന്നും അവിടെ ഇല്ല. ಅವತ್ತು ಆ ಮನೆ ಆ ಜಾಗ ಏನಿಲ್ಲ, ജാഗ അവിടെ നമ്മളെ മേടിച്ചിട്ടില്ല. ಜಾಗ ಏನು ತಗೊಂಡಿಲ್ಲ. വെള്ളടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൗണില് വെള്ളരുടെ ಅಂತ ಹೇಳುವಂತ ಟೌನ್ ಭಯಂಕರ ಮಳೆ. അപ്പൊ ഒരു വീട്ടിൽ എന്നെ കളിയാക്കും പോയ ಮನೆಗೆ ಹೋದ್ರೆ ಆಡ್ಕೊಳ್ತಾ ಇದ್ರು. അവിടെയും പോയില്ല, ಅಲ್ಲೂ ಹೋಗ್ಲಿಲ್ಲ. വേറൊരു കൊച്ചപ്പന്റെ വീട്ടിൽ പോയി. വേറെ കൊച്ചപ്പന്റെ അപ്പനെ ಬೇರೆ ಒಂದು ಚಿಕ್ಕಪ್ಪನ ಮನೆಗೆ ಹೋದೆ. അവിടെ മഴ നനഞ്ഞുകൊണ്ട് പോവാ. ಅಲ್ಲೂ ಕೂಡ ಮಳೆ ನೆನ್ಕೊಂಡು ಹೋಗ್ತಾ ಇದೀನಿ. അവിടെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. ಅಲ್ಲೂ ನನಗೆ ನಿಲ್ಲಕ್ಕಾಗಲಿಲ್ಲ. അപ്പൊ ഞാൻ ആ കളിയാക്കുന്ന വീട്ടിലേക്ക് വന്നു. ಆಡ್ಕೊಂಡ್ರಲ್ಲ ಆ ಮನೆಗೆ ಹೋದೆ. മഴ നനഞ്ഞുകൊണ്ടിരിക്കുക. ಮಳೆ ನೆನ್ತಾ ಇದ್ದೀನಿ. ഞാൻ കരയാൻ തുടങ്ങി. ನಾನು ಅಳ್ತಾ ಇದ್ದೀನಿ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ನಾನು ದೇವ್ರ ಹತ್ರ ಕೇಳಿದೆ, കർത്താവ് നിന്നെയുള്ള ഞങ്ങളുടെ ബന്ധുക്കാരുടെ ഇടയ്ക്ക് ಅಪ್ಪ ನಿಂದಿಸುವಂತ ಈ ನೆಂಟರ ಮಧ್ಯದಲ್ಲಿ ഒരു വീട് ഞങ്ങൾക്ക് തരും, ഒരു വീട് നിങ്ങൾക്ക് കിട്ടും. ನಮಗೊಂದು ಮನೆ ಸಿಗ್ತದ? ഇങ്ങനെ പ്രാർത്ഥിച്ച ദൈവത്തോട് കാര്യം. ದೇವ್ರ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದೆ, ಕಣ್ಣೀರಿಟ್ಟೆ. ആ വീടാണ് ഇപ്പോൾ ഇരിക്കുന്ന വെള്ളറയുടെ വീട്. ಆ ಮನೆ ಆಗಿದೆ ಈಗ ನಾವು വെള്ളറടയിൽ ಇರುವಂತ ಮನೆ. കർത്താവ് തന്നതാണ്, ದೇವ್ರು ಕೊಟ್ಟಿದ್ದಾಗಿದೆ. കാരണം ആ വീട് തന്നെ ಆ ಮನೆನೇ ಒಂದು ಅದ್ಭುತ. ആ ഏരിയയുടെ ഏറ്റവും നല്ല സ്ഥലം നമ്മുടെ. ಆ ಏರಿಯಾದಲ್ಲಿ ಇರುವಂತ ಮನೆಗಳಿಗಿಂತ ನಮ್ಮ ಏರಿಯಾ, ನಮ್ಮ ಮನೆ ಒಳ್ಳೆ ಮನೆ ಆಗಿದೆ. ആ സ്ഥലം ಆ ಜಾಗ ಒಂದು ಅದ್ಭುತ. എനിക്ക് ദൈവം തന്ന ഭാര്യ ഒരു അത്ഭുതമാണ്. ನನಗೆ ಕೊಟ್ಟಂತ ಹೆಂಡತಿ ಅದ್ಭುತ. എൻ്റെ 2 മക്കൾ ഒരു അത്ഭുതമാണ്. ನನಗೆ ಕೊಟ್ಟಂತ 2 ಮಕ್ಕಳು ಅದ್ಭುತ. ಆಮೇಲೆ യഹോവ രുചിച്ചറിയാൻ പറയുന്ന പോലെ ಯವನನ ರುಚಿಸಿ ನೋಡ್ರಿ ಎಂದು ಹೇಳಿದಂತೆ എത്രയെത്ര അത്ഭുതം, ಎಷ್ಟಿಷ್ಟೆಲ್ಲ ಅದ್ಭುತ. ಇನ್ನೆಂതെല്ലാം അത്ഭുതങ്ങൾ കാണാൻ പോകും. ಇನ್ನೆಲ್ಲ ಏನೆಲ್ಲ ಅದ್ಭುತಗಳು ನೋಡ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದ್ದೀರಾ? നമ്മുടെ സൈൽസ് വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ಶೈಲಸ್ ಬ್ರದರ್ ಇವತ್ತು ಮನೆಗೆ ಹೋಗ್ಬೇಕು ಅಂತಿದ್ರು. ഇവിടെ ഇരിക്കുന്നതിന് ഒരു അത്ഭുതമാണ്. ಇವತ್ತು ಇಲ್ಲಿರೋದೇ ಅದ್ಭುತ. ഹല്ലേലൂയ. ഇങ്ങനെ ഓരോരുത്തരും നിങ്ങളുടെ സാഹചര്യങ്ങൾ, ನಿಮ್ಮ ಒಬ್ಬೊಬ್ಬರ ಒಂದೊಂದು ಪರಿಸ್ಥಿತಿ ഒരു അത്ഭുതമാണ്. ಅದೊಂದು ಅದ್ಭುತ. നിങ്ങൾ യേശുവിനെ അറിഞ്ഞല്ലേ? ನೀವು യേശുവിನ ಗೊತ್ತು ಮಾಡ್ಕೊಂಡ್ರಿ ಅಲ್ವಾ? ഹല്ലേലൂയ. നിങ്ങളുടെ ഇനിയത്തെ ഫാമിലി ജീവിതം ഒരു അത്ഭുതമായി മാറാൻ പോകും. ನಿಮ್ಮ ಇನ್ನಿರುವಂತ ಫ್ಯಾಮಿಲಿ ಜೀವಿತ ಅದ್ಭುತಕರವಾಗಿ ಹೋಗ್ತದೆ. ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റില്ല. ದೇವ್ರಿಗೋಸ್ಕರ ನಿಲ್ಲಕ್ಕೆ ಸಾಧ್ಯನಾ? മുൻതൂക്കം ദൈവത്തിന് കൊടുക്കാൻ പറ്റുമോ? ಮೊದಲನೇ ಸ್ಥಾನ ದೇವ್ರಿಗೆ ಕೊಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯನಾ? ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. വേദശ്രേ, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമാണ്. സാഹചര്യം നോക്കരുത്, ಪರಿಸ್ಥಿತಿಗಳನ್ನು ನೋಡಿ. സാഹചര്യം നോക്കരുത്. ನಿಮ್ಮ ಜೀವಿತನೇ ಒಂದು ಅದ್ಭುತ. ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്തു. ದೇವರ ಕರಗಳಿಗೆ ನಮ್ಮನ್ನು ಬಿಟ್ಟುಕೊಡು. ഞാൻ ഈ സാക്ഷ്യം പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയാൻ ഒരു പ്രേരണ ഉള്ളോട്ട് പറഞ്ഞത്. പ്രേരണ ഉള്ളോണ്ട് പറഞ്ഞത്. ಇದೊಂದು ಪ್ರೇರೇಪಣೆ ಇದ್ರಿಂದ ನಾನು ಹೇಳಿದೆ. അങ്ങേരുടെ വിശ്വാസത്തിന് വേണ്ടി, ಅನೇಕರ ವಿಶ್ವಾಸ ಗಟ್ಟಿಯಾಗ್ಲಿಕ್ಕಾಗಿ. ഹല്ലേലൂയ. ഇങ്ങനെ സ്നേഹിക്കാൻ ആർക്ക് പറ്റും? ഇതേപോലെ ഒരു സ്നേഹം തരാം ദൈവത്തിന്, യേശുവിനല്ലാതെ. ಈ ರೀತಿ ಪ್ರೀತಿ ಕೊಡ್ಲಿಕ್ಕೆ ಯೇಸುಗಲ್ದೆ ನಿನ್ನ ಯಾರಿಗ ಆಗ್ತದೆ? ഹല്ലേലൂയ. ಆಮೆನ್. അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്,
ಅದಕ್ಕೆ ನಾನು ಫಸ್ಟ್ ಹೇಳಿದೆ, ചെങ്കപട്ടണമുള്ള നിങ്ങളും ಚನ್ನಪಟ್ಟಣ ಇರುವಂತ ನೀವು, നമ്മളെല്ലാവരും ನಾವೆಲ್ಲರೂ ഇങ്ങനെ ഒന്നിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ಈ ರೀತಿಯಾಗಿ ನಾವು ಕೂತಿರೋದೇ ಒಂದು ಅದ್ಭುತ. ഈ വീട് നമ്മൾ ഒന്നിച്ചിരിക്കുന്ന ഒരു അത്ഭുതമാണ്. ಈ ಮನೆ ಈ ರೀತಿಯಾಗಿರೋದೇ ಒಂದು ಅದ್ಭುತ. ഈ വീട് ഇവിടെ വന്നത് ഒരു അത്ഭുതമാണ്. ಈ ಮನೆಯಲ್ಲಿ ಬಂದಿದ್ದೇ ಅದ್ಭುತ. അതിന്റെ കാരണം ഇവിടെ ഇരിപ്പുണ്ട് അമ്മച്ചി. ಅದರ ಕಾರಣ ಅಮ್ಮಚ್ಚಿ. അവരിവിടെ വരേണ്ടതല്ല, ಅವ್ರು ಇಲ್ಲಿ ಬರ್ಬೇಕಾದವ್ರಲ್ಲ, അവര് തിരുവല്ല കിടന്നവരാ. ತಿರುವಲ್ಲದಲ್ಲಿದ್ದಂಥವ್ರು. അവരിവിടെ വന്നത് ഒരു അത്ഭുതം. ಅವ್ರು ಇಲ್ಲಿ ಬಂದಿದ್ದೇ ಅದ್ಭುತ. എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. എല്ലാം നന്മയ്ക്കായി സ്വർഗ്ഗതാതൻ ചെയ്തിടുന്നു. നമ്മുടെ ഈ ജയ്സൺ ഇവിടെ സൃഷ്ടിക്കുന്ന ദൈവാസൻ വിളിക്കുന്ന ദൈവാസൻ ജയ്സൺ. ಇಲ್ಲಿರುವಂತ ಸೇವಕರು ಜೈಸನ್. ഇവൻ കൊച്ചില്ലേ ಇವ್ನು ಚಿಕ್ಕದ್ರಲ್ಲಿ ഒരു ബാഗ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും കാര്യങ്ങളല്ലേ. ബാഗ് ഞാൻ ഓർക്കുന്നുണ്ട്, ബാഗ് നഷ്ടപ്പെട്ടു പോയി. ಒಂದು ಶಾಲೆಗೆ ಹೋಗ್ತಾ ಇರುವಂತ ಒಂದು SLC ಬ್ಯಾಗು, ಅವನ ಬುಕ್ಕೆಲ್ಲ ನಷ್ಟಪಟ್ಟರೆ അത് ലാഭമാക്കി ദൈവം മാറ്റി. ಅದನ್ನ ಲಾಭವಾಗಿ ದೇವ್ರು ಮಾಡ್ತಾರೆ. നീ തരത്തിലേക്ക് പോയി ಈ ರೀತಿಯಾಗಿ ಅವ್ರನ್ನ ತಂದ್ರೆ കാരണം അത് ഒരു അത്ഭുതം. ಕಾರಣ ಅದು ಒಂದು ಅದ್ಭುತ. ദൈവം നമുക്ക് തന്നതെല്ലാം അത്ഭുതം. ದೇವ್ರು ನಮ್ಗೆ ಕೊಟ್ಟಿದ್ದೆಲ್ಲ ಅದ್ಭುತ. ഹല്ലേലൂയ. ಆಮೇಲೆ ಓ ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യും. കർത്താവേ സ്തുതിക്കുന്നു. ದೇವ್ರೇ ನಿನಗೆ ಸ್ತೋತ್ರಪ್ಪ. ദൈവകരങ്ങളിൽ Holy Spirit. നദേനോട് ദൈവം പറഞ്ഞു, നദേന അത്തിയുടെ കീഴിലിരിക്കുക. ನದೇನ ಎಂಬಂತ ವ್ಯಕ್ತಿ ಅತಿ ಕೆಳಗಿರುವಂತ ವ್ಯಕ್ತಿಯೊಟ್ಟಿಗೆ ದೇವ್ರು ಹೇಳಿದ್ರು. നദേനോട് ദൈവം പറഞ്ഞു, ಅವ್ರ ಹತ್ರ ದೇವ್ರು ಹೇಳಿದ್ರು, നീ കണ്ടതല്ല, ನೀನ್ ಕಂಡಿದ್ದಲ್ಲ, അതിൽ വലിയതാണ്. ನೀನು ಇನ್ನೂ ದೊಡ್ಡ ಕಾಣ್ತೀಯ. ബ്രദറെ, എന്നോട് കർത്താവ് പറയുക, ಬ್ರದರೇ ದೇವ್ರು ಹೇಳ್ತಿದ್ದಾರೆ, ഈ കേട്ട സാക്ഷി പ്രകാരം ಈ ಕೇಳಿದಂತ ಸಾಕ್ಷ್ಯ ಪ್ರಕಾರ യേശുമായിട്ട് ഇനി അതേപോലെ ചെയ്യുകയാണെങ്കിൽ ಯೇಸುನೊಟ್ಟಿಗೆ ಅದೇ ರೀತಿಯಾಗಿ ನಡೆಯೋದು അതല്ല ഇതിൽ വലിയതില്ലത് കാണും. ಇದಲ್ಲ, ಇನ್ನೂ ದೊಡ್ಡದನ್ನು ನೀವು ಕಾಣ್ತೀವಿ. ദൈവ പ്രവൃത്തി, ದೇವರ ಪ್ರವೃತ್ತಿಯನ್ನು. ഹല്ലേലൂയ. 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 ദൈവമക്കൾക്ക് സംഭവിക്കുന്നതെല്ലാം ದೇವ್ರ ಮಕ್ಕಳಿಗೆ ಸಂಭವಿಸುವುದೆಲ್ಲ അത്ഭുതമാണ്. ಅದ್ಭುತವಾಗಿರುತ್ತೆ. ഹല്ലേലൂയ. Amen. എന്റെ ഈ ഷേപ്പ്, ನನ್ನ ಈ ಸೈಪು, എന്നെ കണ്ട ഒരു പാസ്റ്റർ എന്ന് പറയത്തില്ലേ, ನನ್ನನ್ನ ಕಂಡ್ರೆ ಒಬ್ರು ಪಾಸ್ಟರ್ ಅಂತ ಇವ್ರು ಹೇಳ್ತಾರೆ. എന്നെ ബ്രദറെ വിളിക്കുന്നത്. ನನ್ನ ಬ್ರದರೇ ಅಂತ ಹೇಳ್ತಾರೆ. കാരണം പാസ്റ്ററുടെ കട്ടില്ല, ಪಾಸ್ಟರ್ കട്ടില്ല. ಆ ಪಾಸ್ಟರ್ ಒಂದು ಸೇಪ್ ಇಲ್ಲ. അതുകൊണ്ട് ഞാൻ RS കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ಅದರಿಂದ ನಾನು RSS ಕೈಯಿಂದ ನಾನು ರಕ್ಷಿಸಲ್ಪಟ್ಟೆ. പാസ്റ്ററുടെ കട്ടില്ലാത്ത, ಪಾಸ್ಟರ್ ಒಂದು ಸೇಪ್ ಇಲ್ಲದ ಕಾರಣ ನಾನೇನಾದೆ, RSS ಕೈಯಿಂದ ನಾನು ಬಿಡಿಸಲ್ಪಟ್ಟೆ. അവരെന്നെ അന്ന് പിടിക്കാൻ വന്നത്, ನನ್ನನ್ನು ಹಿಡಿಲಿಕ್ಕೆ ಬಂದಿದ್ರು. ഞാനല്ല പാസ്റ്റർ, വേറെ ആളെ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ನಾನು ಹೇಳಿದೆ, ನಾನಲ್ಲ ಪಾಸ್ಟರ್, ಬೇರೆ ಜನ. ನಾನೆಲ್ಲ ಪಾಸ್ಟರ್ ಅನ್ಕೊಂಡು ಅವರೇ ಅನ್ಕೊಂಡಿದ್ದು. അമ്മ കൊച്ചിന്റെ മോളെ കണ്ണില് കറിയൊക്കെ വീണ് ഓർക്കുന്നുണ്ട്, രംഗസമിതി. അന്ന് എന്നെ പിടിക്കാൻ വന്നതാ, എന്നെ മനസ്സിലായത്തോണ്ട് വേവിച്ചനാ പാസ്റ്റർ എന്ന് വിചാരിച്ചു, കറിയോണ വേവിച്ച. ನನ್ನ ಪಾಸ್ಟರ್ ಅಂತ ಗೊತ್ತಿಲ್ಲ, ಇನ್ನೊಬ್ರು ಬಹಳ ಹೈಟ್ ಆಗಿ ವೈಟ್ ಆಗಿದ್ರು, ಅವ್ರ ಪಾಸ್ಟರ್ ಅಂತ ಅವ್ರನ್ನ ಹಿಡ್ಕೊಂಡ್ರು. അവരെ തൊട്ട വീരാറിക്കാൻ അവരടിക്കുകയും ചെയ്യും. ಅವ್ರನ್ನೇನೋ ಮುಟ್ಟಿದ್ರು ಗೊತ್ತಾಯ್ತಿದ್ರು, ಅವ್ರು ತಿರುಗಿಸ್ ಹೊಡಿತಿದ್ರು. അപ്പൊ എന്റെ ഷേപ്പ് ഇങ്ങനെ ആയത് തന്നെ ഒരു അത്ഭുതം. ನನ್ನ ಸೈಪ್ ಈ ರೀತಿ ಆಗಿದೆ, ಅದ್ಭುತ. എല്ലാം നല്ലതിന് വേണ്ടി, ചില നന്മ ചെയ്ത് പാടില്ല. ഈ വീട്ടിൽ വരുമ്പോ, ಈ ಮನೆಗೆ ಬರುವಾಗ എത്ര മക്കളെ നിങ്ങള്? ഞങ്ങൾ 9. 9 മക്കളായി വീട്ടില്. ಈ ನನ್ನ ಜೊತೆ ಹುಡ್ತವ್ರು 9 ಜನ ಮಕ್ಕಳು. 9 അല്ല 10 പോലെ അവിടെ അമ്മച്ചി. 9 ಅಲ್ಲ, 10 ಜನದ ರೀತಿಯಲ್ಲಿ ಇಲ್ಲಿ ಅಮ್ಮಚ್ಚಿ ಸೇರಿ. ഹല്ലേലൂയ. ഈ അമ്മച്ചി എനിക്കൊരു അത്ഭുതമായി. ಈ ಅಮ್ಮಚ್ಚಿನೇ ನನಗೊಂದು ಅದ್ಭುತ. കാരണം പഴയ വീട്ടിൽ ആരാധന വെക്കുമ്പോൾ ಕಾರಣ ಹಳೆ ಮನೆಯಲ್ಲಿ ಆರಾಧನೆ ಪ್ರಾರ್ಥನೆ ಇಡುವಾಗ അമ്മ
അമ്മച്ചിയുടെ ഇപ്പുറത്തെ റൂമുണ്ട്. അമ്മച്ചി ಒಂದು ರೂಮ್ ಐತಿ ಇಲ್ಲಿ ಈ ಕಡೆ. എല്ലാരും അല്ലെങ്കിൽ പാട്ട് കൂടി ആരാച്ചോണ്ടിരിക്കും. ಎಲ್ಲರೂ ಹಲ್ಲೆಲೂಯಾ ಹಲ್ಲೆಲೂಯಾ ಅಂತ ಆರಾಧನೆ ಮಾಡ್ಕೊಂಡಿರ್ತಾರೆ. ഞാൻ അവിടെ പോയിട്ട് അവിടെ സൂക്ഷിക്കണം. ಅಲ್ಲಿ ಹೋಗ್ಬಿಟ್ಟು 5 ನಿಮಿಷ ಅಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡ್ಬೇಕು, ವಾಕ್ಯ ಕೊಡ್ಬೇಕು. വന്ന് കയറുമ്പോ ಇಲ್ಲಿ ಫಸ್ಟ್ ಇಲ್ಲಿ ಹೋಗುವಾಗ അമ്മച്ചി റൂമിലേക്ക് വിളിച്ചോണ്ട് ಅಮ್ಮಚ್ಚಿ ನನ್ನ കರ್ಕೊಂಡು ಹೋಗ್ತಿದ್ರು ರೂಮ್. ചുരുങ്ങിയ ഒരു 2-3 മുട്ടയെങ്കിലും പുഴുങ്ങിയതുണ്ട്. ಕಮ್ಮಿ ಅಂದ್ರೆ 3 ಮೊಟ್ಟೆ ಕೊಡ್ತಿದ್ರು ಕುಸಿಬಿಟ್ಟು. പാലും ಒಂದ್ ಗ್ಲಾಸ್ ಹಾಲು, ದೊಡ್ಡ ಗ್ಲಾಸ್ ಇತ್ತು. അത് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത്. ಅದಾದ್ಮೇಲೆ ನಾನು ಹೋಗ್ತಿದ್ದೆ ಸೇವೆ ಮಾಡಕ್ಕೆ. എല്ലാരും ഉപവാസ പ്രാർത്ഥിക്കാൻ ഞാൻ ഇത് കഴിച്ചിട്ട. ಎಲ್ಲರೂ ಉಪವಾಸದಿಂದ ಪ್ರಾರ್ಥನೆ ಮಾಡೋ, ನಾನು ಇದು ಚೆನ್ನಾಗಿ ತಿನ್ಕೊಂಡು ಹೋಗ್ತಿದ್ದೆ. ಎಲ್ಲ ದೈವಮಕ್ಕಳು കിട്ടുന്ന ಎಲ್ಲ ಅದ್ಭುತ ನೋಡ್ರಿ, ದೇವ್ರ ಮಕ್ಕಳು ಸಿಕ್ಕೋದೆಲ್ಲ ಬಹಳ ಅದ್ಭುತ. ചില ഊണ് മേശയിലൊക്കെ ഇരുന്ന് കഴിച്ചത്, ಕೆಲವು ಟೇಬಲ್ ಮೇಲೆಲ್ಲ ಕೂತು ಊಟ ಮಾಡಿ, സ്വപ്നം കാണാൻ പറ്റാത്ത ചില വീടുകളിൽ പോയി കഴിക്കാൻ. ಸ್ವಪ್ನ ಕಾಣದಿರುವಂತ ಕೆಲವು ಮನೆಗಳಲ್ಲಿ ಹೋಗಿ ಊಟ ಮಾಡಿ. ഇവര് ശിരങ്കാല താമസിക്കുമ്പോൾ ನಾವು ಸಿರಂಗಾಲ ಇರುವಾಗ ഞാനൊരു വെളിപ്പാട് കണ്ട് കരയുക. ನಾನೊಂದು ಪ್ರಕಟಣೆ ನೋಡ್ಬಿಟ್ಟು ಅಳ್ತಾ ചില ಇದ್ದೆ. വെളിപ്പാട് കണ്ട കരയും. ಕೆಲವು ಪ್ರಕಟಣೆ ಕಂಡ್ರೆ ಅಳ್ತೀನಿ ನಾನು. ദൈവം സ്നേഹിക്കുന്നു. ದೇವ್ರ ಪ್ರೀತಿ ಮಾಡೋದು. അപ്പൊ ശിശു എന്നോണ്ടിരിക്കുക, ചോറ് കൊണ്ടുവന്നിട്ട് എന്തിനാ കറിയാ പക്ഷെ ಪಾಸ್ಟರ್ ಇವ್ರಿಗೆ ಊಟ ಕೊಡುವಾಗ ಹೇಳ್ತೀರಿ, ಯಾವ ಪಾಸ್ಟರ್ ಹೇಳ್ತಾ ಇದ್ದೀರಾ? സിസ്റ്റർക്ക് പിടി കിട്ടിയില്ല. ಸಿಸ್ಟರ್ ಗೊತ್ತಾಗಿಲ್ಲ. ഞാൻ പറഞ്ഞ ഒരു വെളിപ്പാട് എന്നിട്ട് കരയുന്നു. ನಾನು ಹೇಳಿದೆ, ಒಂದು ಪ್ರಕಟಣೆ ನಾನು ಕಂಡೆ. ഞാനൊരു വേഗം പിടിച്ച് പട്ടണങ്ങളിലൂടെ യാത്ര ചെയ്തു. ನಾನೊಂದು ಬ್ಯಾಗ್ ಹಿಡ್ಕೊಂಡು ಪಟ್ಟಣದಗಳೆಲ್ಲ ಸಂಚರಿಸ್ತೇನೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ಅದು ಈಗ ಸಂಭವಿಸ್ತಾ ಇದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯಾ. ദർശനങ്ങൾ നിങ്ങൾ കാണണം. ದರ್ಶನಗಳನ್ನು ಕಾಣಬೇಕು. നമ്മുടെ കർത്താവിനെ നോക്കാം. ನಾವು ಕರ್ತನನ್ನು ನೋಡೋಣ. ഹല്ലേലൂയ. എത്ര നല്ല യേശു. ಎಷ್ಟು ಒಳ್ಳೆ ಯೇಸು. ഹല്ലേലൂയ. യേശുവിനെ പോലെ വേറെ ആരുമില്ല. ಯೇಸು ರೀತಿಲಿ ಬೇರೆ ಯಾರು ಇಲ್ಲ. യേശു നമുക്ക് വേണ്ടി ഇവിടെ വന്നപ്പോ ಯೇಸು ನಮಗೋಸ್ಕರ ಇಲ್ಲಿ ಬಂದಾಗ യേശുവിന് എന്ത് കിട്ടി? ಯೇಸುಗೆ ಏನ್ ಸಿಕ್ತು? യേശുവിന് കിട്ടിയത് ಯೇಸುಗೆ ಸಿಕ್ಕಿದ್ದು ഉണ്ടായിരുന്ന വീട് പോലും നഷ്ടപ്പെട്ടു. ಇದ್ದದ ಮನೆನೂ ಕಳ್ಕೊಟ್ರು. വീട്ടിലെ യേശു ಯಾವ ಮನೆ? മറിയരെയും ജോസഫിന്റെയും ಮರಿಯಾ, ಜೋಸೆಫ್. കല്യാണ നിശ്ചയം കഴിഞ്ഞു. ಮದುವೆ ನಿಶ್ಚಯ ಆಯ್ತು. പക്ഷേ ಆದ್ರೆ പരിശുദ്ധാത്മാവിൽ ആര് ജനിച്ചു? യേശു ജനിച്ചു. ಪರಿಶುದ್ಧಾತ್ಮಲ್ಲಿ ಯಾರು ಹುಟ್ಟಿದ್ರು? ಯೇಸು ಹುಟ್ಟಿದ್ರು. അവൾ ഗർഭിണിയായി. ಅವಳು ಗರ್ಭಿಣಿ ಆದ್ರು. അപ്പോൾ തന്നെ എല്ലാവരും എതിർത്തു. ಆಗ್ಲೇ ಎಲ್ಲರೂ ಎದುರಾದ್ರು. സ്വന്തം അമ്മ ഗർഭിണിയായിരിക്കുക. ಸ್ವಂತ ಅಮ್ಮ ಗರ್ಭಿಣಿ ಆದ್ರು. അമ്മയെ വീട്ടിൽ നിറക്കി. ಅಮ್ಮನನ್ನ ಮನೆಯಿಂದ ಹೊರಗಡೆ ഉദരത്തിൽ വെച്ച് തന്നെ ಹೊಟ್ಟೆಯಲ್ಲಿರುವಾಗಲೇ സ്വന്തം വീട് നഷ്ടപ്പെട്ടു. ಸ್ವಂತ ಮನೆ ನಷ್ಟಪಟ್ಟು തിരിച്ച് ಮತ್ತೆ അവര് പ്രതീക്ഷയോടെ ಅವರು ಬಹಳ ಪ್ರತ್ಯಾಸೆ, അവർക്ക് വേണ്ടപ്പെട്ട വീടുകളിൽ പോയിട്ട് അവര് ഡോറ് മുട്ടി. ಅವ್ರು ಬೇಕಾದಂತ ಮನೆಗಳನ್ನೆಲ್ಲ ಹೋಗಿ ಡೋರ್ ಅನ್ನು ತಟ್ಟಿದ್ರು. ഇവൾ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ಇವಳು ಗರ್ಭಿಣಿ ಆಯ್ತಾ ಇದ್ದಾಳೆ ಅಂತ ಹೇಳಿ ഒരൊറ്റ വീട് തുറന്നു കൊടുത്തില്ല. ಯಾವ ಮನೇನೂ ಅವ್ರಿಗೆ ಓಪನ್ ಮಾಡ್ಕೊಡ್ಲಿಲ್ಲ. എല്ലാ വീടും വാതിലടയ്ക്കും. ಎಲ್ಲ ಬಾಗಿಲುಗಳು ಮುಚ್ಚಿತ್ತು. യേശു ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ ಯೇಸು ಮರಿಯಳ ಹೊಟ್ಟೆಯಲ್ಲಿ ಇರುವಾಗಲೇ എല്ലാ വാതിലും അടയ്ക്കപ്പെട്ടു. ಎಲ್ಲ ಬಾಗಿಲುಗಳು ಮುಚ್ಚಲ್ಪಡ್ತು. തന്നെയുമല്ല, ಅದು ಮಾತ್ರ ಅಲ್ಲ, യേശുവിനെ കൊണ്ട് ಯೇಸುವನ್ನ ಹೊಟ್ಟೆಲಿಟ್ಟುಕೊಂಡು നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ನಡಿಯಕ್ಕೂ ಕೂಡ ಆಗ್ತಾ ಇಲ್ಲ ಮರಿಗಳಿಗೆ. അവര് പോകും. ಅವ್ರು ನಡೀತಾ ಇದ್ದಾರೆ. ജോസഫ് കൂടെ ಜೋಸಫ್ ಜೊತೆಲಿದ್ದಾರೆ. പോകുന്ന വഴിക്ക് ಹೋಗೋ ದಾರಿಯಲ್ಲಿ പ്രസവ വേദന ഉണ്ടായി. ಹೊಟ್ಟೆ ನೋವು ಬಂತು. ആശുപത്രിയിലല്ല, ಆಸ್ಪತ್ರೆ ಇಲ್ಲ, വീടിലുമല്ല, ಮನೇಲೂ ಅಲ್ಲ. നല്ല മഞ്ഞുള്ള സമയം. ಒಳ್ಳೆ ಮಂಜಿರುವಂತ ಸಮಯ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ಕೇಳ್ರಿ, പ്രസവ വേദന ഉണ്ടായി. ಹೊಟ್ಟೆ ನೋವು ಬಂತು. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ಹೊಟ್ಟೆ ನೋವು ಅಂದ್ರೆ ഏതം തോട്ടത്തിൽ വെച്ച് ദൈവം പറഞ്ഞതാണ്. ಏದನ್ ತೋಟದಲ್ಲಿ ದೇವ್ರು ಹೇಳಿತು, വേദനയോടെ പ്രസവം. ನೋವಿನಿಂದ ಹೆರಿಗೆ അത് ಅದು വലിയൊരു വേദനയാണ്. ಅದು ದೊಡ್ಡ ಒಂದು ನೋವು. ಸ್ತ್ರೀ വഴിയിൽ ದಾರಿಯಲ್ಲಿ നടന്നു പോകുന്ന വഴിയിൽ ನಡ್ಕೊಂಡು ಹೋಗೋ ದಾರಿಯಲ್ಲಿ പ്രസവവേദന ഉണ്ടായി. ಹೊಟ್ಟೆ ನೋವು ಬಂತು. യേശുവിനെ കിട്ടിയ സ്ഥലം വഴിയിലാണ് യേശുവിനെ പ്രസവിച്ചത്. ಯೇಸುವನ್ನ ಹೆರಿಗೆ ಆಗಿದ್ದು ದಾರಿಲಾಗಿತ್ತು. ഈ സമയത്തിൽ യേശുവിനെ കൊല്ലാൻ വേണ്ടി, ಯೇಸುವನ್ನ ಕೊಲ್ಲಿಕ್ಕಾಗಿ അവൻ എവിടെ ജനിച്ചാലും കൊല്ലാൻ വേണ്ടി ഹെരോദ വാളയച്ചിരിക്കും. ಹೆರೋದನ ಕಳಿಸಿದಾನೆ, ಸೈನಿಕರನ್ನು ಕಳಿಸಿದಾನೆ. ಅವನ ಎಲ್ಲೇ ಹುಟ್ಟಿದ್ರು ಕೊಲ್ಲಬೇಕು ಅವನ್ನ. യേശുവിനെ എടുത്ത് ഒരു വഴിയമ്പലത്തിൽ കിടത്തി. ಯೇಸುವನ್ನ ತೆಗೆದು ಒಂದು ದಾರಿ ಮಗ್ಲಲ್ಲಿ ದನಿನ ಕೊಟ್ಟಿಗೆಯಲ್ಲಿ ಮಲಗಿಸಿದ್ರು. വഴിയിൽ വഴിയമ്പലത്തിൽ പ്രസവിച്ചു. ದಾರಿ ಮಗ್ಲಲ್ಲಿ ಹೆರಿಗೆ ಆಯ್ತು. ಒಂದು ದನಿನ ಕೊಟ್ಟಿಗೆಯಲ್ಲಿ ಮಲಗಿಸಿದ್ರು. കാണാൻ ആരുമില്ല, ನೋಡ್ಲಿಕ್ಕೆ ಯಾರು ಇಲ್ಲ. ഒരു കൂട്ടം വിദ്വാൻമാര് മാത്രം. ಒಂದು ಕೂಟ ಶಾಸ್ತ್ರಿಗಳಿದ್ರು. ആരും ഇല്ലാത്തപ്പോൾ, ಯಾರು ಇಲ್ದೇನಿದ್ದಾಗ, ബന്ധുക്കാരെല്ലാം അകന്നപ്പോൾ, ಬಂಧುಗಳೆಲ್ಲ ದೂರ ಆದಾಗ വാതിലടയ്ക്കപ്പെട്ടു. ಎಲ್ಲ ಬಾಗಿಲು ಮುಚ್ಚಲ್ಪಟ್ಟ. സ്വർഗ്ഗം തുറന്നിട്ട് ಸ್ವರ್ಗ ഒരു ತೆರೆದಲ್ಪಟ್ಟು കൂട്ടം ദൂത സൈന്യം ಒಂದು ಗುಂಪು ದೂತ ಸೈನ್ಯ ഈ കുഞ്ഞിനെ വന്ന് നമസ്കരിച്ചു. ಈ ಮಗುವನ್ನ ನಮಸ್ಕಾರ ಮಾಡಿ നമസ്കരിച്ചു. ನಮಸ್ಕಾರ ಮಾಡಿದ್ರು.
അവൻ ദൈവപുത്രനായിരുന്നു. ಅವನು ದೇವರ ಪುತ್ರನಾಗಿದ್ದನು. ഹല്ലേലൂയ. ಆಮೆನ್. ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ನಾನೊಂದು ವಿಷಯ ಹೇಳ. യേശു നമുക്ക് വേണ്ടി അങ്ങനെ ಯೇಸು ನಮಗೋಸ್ಕರ ಈ ರೀತಿಯಾಗಿ ചെറുത മുതൽ തന്നെ ಚಿಕ್ಕದರಲ್ಲೇ വളരെ വ്യസനപാത്രമെടുത്തു. ಬಹಳ ನೋವಿನ ಪಾತ್ರೆಯನ್ನು ತೆಗೆದುಕೊಂಡು യേശുവിന് അറിവ് വന്നു. ಯೇಸುವಿಗೆ ತಿಳುವಳಿಕೆ ಬಂತು. ഇതെല്ലാവർക്കും അറിയാം. ಇದೆಲ್ಲ ಅವ್ರಿಗೆ ಗೊತ್ತು. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ജനിച്ച കുട്ടിയാണ് പരിശുദ്ധാത്മ. ಮದುವೆ ಆಗೋಕ್ಕಿಂತ ಮುಂಚೆ ಹುಟ್ಟಿದಂತ ಒಂದು ಮಗು ಆಗಿದೆ ಪರಿಶುದ್ಧ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ಚಿಕ್ಕ ಮಗು ಆಗಿದ್ದಾಗಲೇ ആ കുട്ടി മറ്റുള്ള കുട്ടികളോട് കളിക്കാൻ പോയപ്പോൾ ಇನ್ನು ಬೇರೆ ಮಕ್ಕಳ ಜೊತೆ ಆಟ ಆಡಕ್ ಹೋದಾಗ പക്ഷെ അതവിടെ എഴുതിയിട്ടില്ല. ಅದ್ರಲ್ಲಿ ಬರ್ದಿಲ್ಲ മറ്റുള്ള കുട്ടികൾ ಬೇರೆ ಇರುವಂತ ಮಕ್ಕಳು എങ്ങനെ കളിയാക്കണം, ಯಾವ ರೀತಿಯಾಗಿ ಆಡ್ಕೊಂಡಿರ್ಬೋದು. ചെറുത് മുതൽ യേശു ಚಿಕ್ಕದರಲ್ಲೇ ಯೇಸು നിന്നെ അനുഭവിച്ചു. ನಿಂದೆಗಳನ್ನು ಅನುಭವಿಸಿದ್ರು. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും പ്രാണനാഥൻ പോയതായ പാദമതി പ്രാണനാഥൻ പോയതായ പാദമതി. എല്ലാം ഉള്ളതിനേക്കാൾ ಎಲ್ಲ ಇರೋದಕ್ಕಿಂತ ഈ കർത്താവ് പോയ പാത, ಈ ಕರ್ತನು ಹೋದಂತ ದಾರಿಗಳು, ചില കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ಕಷ್ಟಪಾಡುಗಳಿದ್ರು ಕೂಡ അതിനേക്കാളും ചെറുപ്പം മുതൽ ത്യാഗം സഹിച്ച് നമുക്ക് മുമ്പിൽ കർത്താവ് മുമ്പിൽ പോയി. ಅದಕ್ಕಿಂತ ಚಿಕ್ಕದ್ರಲ್ಲಿ ತ್ಯಾಗವನ್ನ ಸಹಿಸಿದಂತ ವ್ಯಕ್ತಿ ದೇವರ ಮುಂದೆ ಹೋದ. ഏതൊക്കെ പ്രശ്നങ്ങൾ നമ്മൾ വേദനപ്പെടുമ്പോൾ, ಏದೆಲ್ಲ ವಿಷಯದಲ್ಲ ಭಾರಪಡುವಾಗ, ವೇದನೆ ಪಡುವಾಗ, നിന്ദിക്കപ്പെടുമ്പോൾ, ನಿಂದೆಗೊಳಗಾಗುವಾಗ യേശു അറിവ് ലഭിക്കുന്നതിന് മുമ്പ് നിന്ദിക്കപ്പെട്ടു കഴിഞ്ഞു. ಯೇಸುವಿಗೆ ತಿಳುವಳಿಕೆ ಬರೋದಕ್ಕಿಂತ ಮುಂಚೆಗೆ ಅವರು ನಿಂದೆಗೊಳಗಾದರು. 12ാമത്തെ വയസ്സിൽ 12ನೇ ವಯಸ್ಸಲ್ಲಿ യേശു തന്റെ ദൗത്യം തുടങ്ങാൻ ആരംഭിച്ചു. ಯೇಸು ತನ್ನ ಸೇವೆಯನ್ನು ಪ್ರಾರಂಭಿಸಿದರು. ദൈവത്തോടുകൂടി ഇരിക്കുക, ದೇವ್ರ ಜೊತೆಯಲ್ಲಿ ಇರ್ಲಿಕ್ಕೆ. ഈ നിന്നയെല്ലാം അന്നേരം ഒരു മനുഷ്യനാണ് ചിന്തിക്കണം. ಆಗ ಹಿಂದೆ ಅವನೊಬ್ಬ ಮನುಷ್ಯನಾಗಿದ್ದ. എന്നിട്ടും ಆದ್ರೂ ಕೂಡ ഈ നിന്നയും ಈ ನಿಂದೆ, ഈ കളിയാക്കലും, ಈ ಹಾಸ್ಯ ಆಡ್ಕೊಳ್ಳುವಂಥದ್ದು, ಈ ಪರಿಹಾಸ ഇതെല്ലാം നേരെ ഉയരുമ്പോഴും ಇದೆಲ್ಲ ಅವನಿಗೆ ಎದುರಾಗಿ ಬರುವಾಗಲೂ ദൈവാലയത്തിൽ പോയി ದೇವಾಲಯಕ್ಕೆ ಹೋಗಿ അവരോട് ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ಅವರೊಟ್ಟಿಗೆ ಪ್ರಶ್ನೆ ಮಾಡ್ತಾ ಇದ್ದ, ಕೇಳ್ತಾ ಇದ್ದ. എന്നാൽ യേശു ಆದ್ರೆ ಯೇಸು യെരൂശലേം ദേവാലയത്തിൽ ಯೆರೂಸಲೇಮ್ ದೇವಾಲಯದಲ್ಲಿ ഏകദേശം 30ാമത്തെ വയസ്സ് വരുമ്പോൾ ಹೆಚ್ಚು ಕಮ್ಮಿ 30 ವರ್ಷ ಆಗಿರುವಾಗ അന്ന് അവന് പുസ്തകം വായിക്കാൻ കൊടുത്തു. ಅವನಿಗೆ ಆ ಪುಸ್ತಕವನ್ನು ಓದ್ಲಿಕ್ಕೆ ಕೊಟ್ಟರು. അവൻ പുസ്തകം തുറന്നു. ಅವನ ಪುಸ್ತಕವನ್ನು ತೆರೆದ. അവനിങ്ങനെ പറഞ്ഞു, ಅವನಿಗೆ ಹೇಳ್ದ, ദരിദ്രന്മാരുടെ സുവിശേഷിപ്പാൻ ദൈവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. ಬಡವರಿಗೆ ಸುವಾರ್ತೆಯನ್ನು ಸಾರಲಿಕ್ಕೆ ದೇವರು ನನ್ನನ್ನು ಅಭಿಷೇಕ ಮಾಡಿದ್ದಾನೆ. കർത്താവിന് ആർക്ക് സുവിശേഷിക്കാനാ? ಯಾರಿಗೆ ಸುವಾರ್ತೆ? ദരിദ്രന്മാരോട്. ದರಿದ್ರರಿಗೆ. നമ്മളൊക്കെ കേട്ടോ, ನಾವೆಲ್ಲ ಆಗಿದ್ದೇವೆ. ദൈവൻ അയച്ചിരിക്കണം. ದೇವರು ನಮ್ಮನ್ನು ಕಳಿಸಿದ. അല്ല, അതുകൊണ്ട് നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നു. ಅದರಿಂದ ನಾವು ಈ ರೀತಿಯಾಗಿ ಕೂತಿರುವಂಥದ್ದು. എന്നിട്ട് യേശു പറഞ്ഞു, ನಂತರ ಯೇಸು ಹೇಳಿದ್ರು, ഈ വചനം നിവൃത്തിയായിരിക്കുന്നു. ಈ ವಾಕ್ಯ ನೆರವೇರ್ತಾ ಇದೆ. ഈ നിന്നയിലൂടെ കടന്നുപോയ യേശു പറയുന്നത് ഇത് നിവൃത്തിയായിരിക്കും. ಈ ನಿಂದೆ ಮಧ್ಯದಲ್ಲಿ, ಅಪಮಾನಗಳ ಮಧ್ಯದಲ್ಲಿ ಹೋದಂತ ವ್ಯಕ್ತಿ ಹೇಳ್ತಿದ್ದಾರೆ, ಈ ವಾಕ್ಯಗಳು ನೆರವೇರ್ತಾ ಇಲ್ಲ. എല്ലാവരും യേശുവിനെ നോക്കി, ಎಲ್ಲರೂ ಯೇಸುವನ್ನು ನೋಡಿದ್ರು. ഇതേപോലത്തെ ഒരു വാക്ക് ഇതിന് മുമ്പ് കേട്ടിട്ടില്ല. ಇದು ಈ ತರ ಮಾತುಗಳಲ್ಲೇ ನಾವು ಕೇಳಿಲ್ಲ ಮೊದಲು. ഇതേപോലെ സമാധാനത്തിന്റെ ഒരു വാക്ക് കേട്ടിട്ടില്ല. ಇದೇ ರೀತಿಯಾದ ಸಮಾಧಾನದ ಮಾತುಗಳು ನಾವು ಕೇಳೇ ಇಲ್ಲ. അത് യേശുവിന്റെ വാക്ക് സമാധാനം. ಆದ್ರೆ ಯೇಸುವಿನ ಮಾತು ಸಮಾಧಾನದ ಮಾತಾಗಿತ್ತು. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. 30ാമത്തെ വയസ്സിൽ 30ನೇ ವಯಸ್ಸಲ್ಲಿ ദൈവത്തെ കർത്താവ് എന്റെ ശുശ്രൂഷ ചെയ്യാൻ ആരംഭിച്ചു. ಕರ್ತನು ತನ್ನ ಸೇವೆಯನ್ನು ಆರಂಭಿಸಿದ್ರು. വീടുകളിലെ നിന്ന യേശു മാറ്റി. ಮನೆಯ ನಿಂದೆಗಳನ್ನ ತೆಗೆದುಹಾಕಿದ್ರು. കാനാവിലെ കല്യാണ വിരുന്നിന് ಕಾನಾವಿನ ಆ ಮದುವೆ ಮನೆಯಲ್ಲಿ വീഞ്ഞ് തീർന്നു. ದ್ರಾಕ್ಷರಸ ಮುಗೀತು. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ಜನಗಳು ಬರ್ತಾ ಇದ್ದಾರೆ. വിളമ്പാനില്ല. ಜನಗಳು ಬರ್ತಾ ಇದ್ದಾರೆ. ಸಪ್ಲೈ ಮಾಡಕ್ಕೆ ದ್ರಾಕ್ಷಾರಸ ಇಲ್ಲ. ദൈവം നിന്നെ മാറ്റി. ದೇವರು ಆ ನಿಂದೆಯನ್ನು ತೆಗೆದುಹಾಕಿದ್ರು. ദൈവം കുരുടന്റെ കണ്ണു തുറന്നു. ದೇವರು ಕುರುಡನ ಕಣ್ಣನ್ನು ತೆರೆದ್ರು. ദൈവം ഉയർപ്പിക്കേണ്ടവർ ഉയർപ്പിച്ചു. ದೇವರು ಎಬ್ಬಿಸುವಂತವ್ರನ್ನ ಎಬ್ಬಿಸಿದ್ರು. 33ര വയസ്സിൽ 33ನೇ ವರ್ಷದಲ್ಲಿ അവന്റെ മരണം, യേശുവിന്റെ മരണം, ಯೇಸುವಿನ ಮರಣ ജനിക്കുമ്പോൾ പോലും
ಹುಟ್ಟುವಾಗಲೂ ಕೂಡ അവനെ പ്രസവിക്കാൻ ഒരു വീട് കിട്ടിയിട്ടില്ല. ಹುಟ್ಟುವಾಗಲೂ ಕೂಡ ಅವನಿಗೆ ಹೆರಿಗೆ ಆಗ್ಲಿಕ್ಕೆ ಅವನಿಗೊಂದು ಮನೆ ಸಿಕ್ಕಲಿಲ್ಲ. മരിക്കുമ്പോൾ പോലും വീടില്ല. ಸಾಯುವಾಗಲೂ ಕೂಡ ಅವನಿಗೆ ಮನೆ ಇಲ್ಲ. ഭാരപ്പെടണ്ട. ಭಾರಪಡ್ಬೇಡ್ರಿ. നമ്മുടെ കരുമനാഥന് ഈ ലോകം കൊടുത്തത്, ನಮ್ಮ യേശുവിന് ലോകം കൊടുത്തത് ಯೇಸುವಿಗೆ ಲೋಕ ಕೊಟ್ಟಂತ ಒಂದು ಇದು ಶಿಕ್ಷೆ. മരിക്കുമ്പോൾ പോലും ಸಾಯುವಾಗಲೂ ಕೂಡ നിലത്തൊന്ന് ನೆಲದಿಂದ കാല് പോലും ചവിട്ടാൻ പറ്റില്ല. ನೆಲದಲ್ಲಿ ಕಾಲಿಡ್ಲಿಕ್ಕೂ ಕೂಡ ಜಾಗ ಕೊಡಲಿಲ್ಲ. ക്രൂശിൽ തൂങ്ങി. ಸಿಲುಬೆಯಲ್ಲಿ ನೇತಾಕಿದ್ರು. അങ്ങനെയാണ് ദൈവം നമുക്ക് വേണ്ടി യേശു കഷ്ടം സഹിച്ചത്. ಹಾಗಾಗಿದೆ ನಮಗೋಸ್ಕರ ಯೇಸು ಕಷ್ಟವನ್ನ ಸಹಿಸಿದ. അവൻ ഉയർത്തെഴുന്നേറ്റു. ಅವನು ಪುನರ್ಜೀವವಾದನು. ഇനി യേശുവിനെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റത്തില്ല. ಇನ್ನು ಯೇಸುಗೆ ಯಾರು ತೊಂದರೆ ಕೊಡಕ್ಕಾಗಲ್ಲ. ഇനി യേശുവിനെ ആർക്കും ക്രൂശിക്കാൻ കഴിയത്തില്ല. ಇನ್ಮೇಲೆ ಯೇಸುವಿನ ಯಾರಿಗೂ ಕೂಡ ಸಿಲುಬೆಗೆ ಹಾಕ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. യേശുവിനെ ആർക്കും നിന്ദിക്കാൻ പറ്റില്ല. ಇನ್ಮೇಲೆ ಯೇಸುವನ್ನ ಯಾರಿಗೂ ಕೂಡ ನಿಂದಿಸ್ಲಿಕ್ಕೆ ಆಗಲ್ಲ. രാജാതി രാജാവായിട്ട് ಇವತ್ತು ರಾಜಾದಿ ರಾಜನಾಗಿ ಸ್ವರ್ಗದಲ್ಲಿ ನಮ್ಮ ನಿಮ್ಮ ನಿಂದೆಗಳು ಹೋಗ್ಲಿಕ್ಕೆ ಹೋಗ್ತಾ ಇದೆ. ಯಾರಿಗೂ ನಿಂದಿಸ್ಲಿಕ್ಕೆ ಆಗದಂತ ಒಂದು ದಿನ ಬರ್ತದೆ. ಅದೇ ರೀತಿ ಆಗ್ಲಿಕ್ಕೆ ನಾವು ಹೋಗ್ತಾ ಇದ್ದೀವಿ. അവനോട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ಅವನಿಗೆ ಅಲ್ಲಿ ಕೂರ್ಲಿಕ್ಕೆ ಒಂಚೂರು ಇಷ್ಟ ಇಲ್ಲ. വേഗം വന്ന് നമ്മളെ ചേർത്തോണ്ട് ಬೇಗ ನಮ್ಮನ್ನು ಸೇರ್ಲಿಕ್ಕೆ ಆಗ್ಬಾರ್ದ. ഞാൻ ಈ ಲೋಕಕ್ಕೆ വന്നപ്പോൾ ನಾನು ಈ ಲೋಕದಲ್ಲಿ ಬಂದಾಗ ഞാൻ അനുഭവിച്ചത് ലോകം എനിക്ക് തന്നത്, ನಾನು ಅನುಭವಿಸಿದ್ದು, ನನಗೆ ಲೋಕದವರು ಕೊಟ್ಟಿದ್ದು. എന്റെ മക്കൾ അവിടെ കിടക്കുന്നു, ನನ್ನ ಮಕ್ಕಳಲ್ಲಿ ಇದ್ದಾರೆ. ഞാൻ വേഗം വന്ന് അവരെ കൊണ്ട് ನಾನು ಬೇಗ ಬಂದು ಅವರನ್ನು ಸೇರಿಸ್ತೇನೆ. ಆಮೇ ಓ എന്റെ മക്കൾ അവിടെ കിടക്കുന്നു, ನನ್ನ ಮಕ್ಕಳಲ್ಲಿದ್ದಾರೆ. പിതാവിനോട് ദൈവം പ്രാർത്ഥിക്കുന്നു, ತಂದೆಯೊಟ್ಟಿಗೆ ದೇವರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಿದ್ದಾರೆ. യോഹന്നാൻ 17-ാം അധ്യായത്തിൽ ಯೋಹನಾನ 17ನೇ ಅಧ್ಯಾಯದಲ್ಲಿ എന്റെ മക്കൾ ഇവിടെ ഉണ്ട്, ನನ್ನ ಮಕ್ಕಳಿಲ್ಲಿದ್ದಾರೆ, അവരെയും ചേർത്ത് കൊള്ളണം. ಅವರನ್ನು ಕೂಡ ಸೇರಿಸಲಿಕ್ಕೆ. ഹല്ലേലൂയ. ഹല്ലേലൂയ.